सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। शुक्लां भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। वागीशाद्याः सुमनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्यासु तं नमामि गजाननं। सुमुखश्चैकनन्दश्च कपिलो गजकर्णकः लम्बोदरश्च विकटो विघ्नराजो विनायक धूमकेतुर्गणाध्यक्ष फालचन्द्रो गजाननः वक्रतुण्डशूर्पकर्णो हेरम्बस्कन्दपूर्वज। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। वन्दे श्रीचिन्मयानन्दं देशिकं ब्रह्मवित्तमं तत्त्वज्ञानोपदेष्टारं काश्युत्तरनिवासिनम्। शरज्योत्स्नाशुद्धां शशियुतजटाजूडमकुडां वरत्रासत्राण स्फटिकगुडिकापुस्तककरां सकृन्नत्वा नत्वा कथमिव सदां सन्निधतते मधुक्षीरद्राक्षा मधुरिमधुरीणाफणितयः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदं वरिष्ठं वातात्मजं वानरयोधमुख्यं श्रीरामदूतं शिरसा नमामि। बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदा अजाढ्यं वाक्पटुत्वं च हनुमत्स्मरणात् भवेत्। ഹരി ഓം. ആരാധ്യ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഭാഗവതോത്തമന്മാരായ നിങ്ങളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുവാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കണോ? തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇപ്രകാരമുള്ളതായിട്ടുള്ള അസുലഭമായിരിക്കുന്ന സന്ദർഭങ്ങൾ കിട്ടുന്നതാണ്. അതിന് നിമിത്തമായിരുന്ന ഇവിടുത്തെ ഭാരവാഹികളോട് എനിക്കുള്ള കൃതജ്ഞതയെ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. നരസിംഹാവതാരം, അതാണ് വിഷയം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ കൂടിയിട്ട് നരസിംഹാവതാരത്തെ കാണാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നരസിംഹത്തിൻ്റെതായിട്ടുള്ള ഒരു ധ്യാന ശ്ലോകം, വളരെ മനോഹരമായിട്ടുള്ള ധ്യാന ശ്ലോകം. ലക്ഷ്മി നരസിംഹസ്വാമി, ലക്ഷ്മി സഹിതനായിരിക്കുന്ന നരസിംഹസ്വാമി. ഞാൻ വരുന്ന വഴിക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് കണ്ടു, ലക്ഷ്മി നരസിംഹ ക്ഷേത്രം എന്ന്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവിടെ ലക്ഷ്മി നരസിംഹമൂർത്തിയാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. ഇവിടത്തുകാർക്ക് അറിയാമായിരിക്കും, ഇവിടുന്ന് വളരെ ദൂരെയല്ലാത്ത സ്ഥലത്താണ് അത് കണ്ടത്. ധ്യാനശ്ലോകം ഞാൻ ആദ്യം ചെല്ലാം. സത്യജ്ഞാനസുഖസ്വരൂപമമലം ക്ഷീരാബ്ദിമധ്യസ്ഥിതം യോഗാരൂഢമതിപ്രസന്നവദനം ഭൂഷാസഹസ്രോജ്വലം ത്രക്ഷം ചക്രപിനാകസാഭയവരം ബിഭ്രാണമർക്കച്ഛവിം ക്ഷത്രീഭൂതഫണീന്ദ്രമിന്ദുധവളം ലക്ഷ്മീ നൃസിംഹം ഭജേ. സത്യജ്ഞാനസുഖസ്വരൂപമമലം ക്ഷീരാബ്ദിമധ്യസ്ഥിതം യോഗാരൂഢമതിപ്രസന്നവദനം ഭൂഷാസഹസ്രോജ്വലം ത്രക്ഷം ചക്രപിനാകസാഭയവരം ബിഭ്രാണമർക്കച്ഛവിം ക്ഷത്രീഭൂതഫണീന്ദ്രമിന്ദുധവളം ലക്ഷ്മീ നൃസിംഹം ഭജേ. നരസിംഹസ്വാമിയുടെ 11 വിശേഷണങ്ങളാണ് ഈ ശ്ലോകത്തിൽ കൂടിയിട്ട് പറഞ്ഞു തരുന്നത്.
ആദ്യമായിട്ട് വാക്കുകളുടേതായിട്ടുള്ള അർത്ഥം നമുക്ക് കാണാം. സത്യജ്ഞാന സുഖസ്വരൂപമമലം, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപത്തോട് കൂടിയവനും നിർമ്മലനും. രണ്ട് വിശേഷണങ്ങളായി. പാൽക്കടലിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനും മൂന്നാമത്തെ വിശേഷണം. യോഗാരൂഢൻ എന്നുള്ളത് നാലാമത്തെ വിശേഷണം. വളരെ പ്രസന്നമായിരിക്കുന്ന മുഖത്തോടു കൂടിയവൻ എന്നടുത്തത്. അസംഖ്യം ആഭരണങ്ങളോടുകൂടെ ശോഭിക്കുന്നവൻ. 3 കണ്ണുകളോടുകൂടിയവനും. ചക്രം, വില്ല്, അഭയമുദ്ര, വരമുദ്ര എന്നിവ കൈകളിൽ ധരിച്ചവനും. സൂര്യനെ പോലെ പ്രഭയുള്ളവനും. കുടയായിത്തീർന്ന അനന്തനോടുകൂടിയവനും ചന്ദ്രനെപ്പോലെ വെളുത്ത നിറമുള്ളവനും ആയ ലക്ഷ്മി നരസിംഹമൂർത്തിയെ ഞാൻ ഭജിക്കുന്നു എന്ന് വാക്കിൻ്റെതായിട്ടുള്ള അർത്ഥം. ഇനി ഓരോ വിശേഷണങ്ങളുടേതായിട്ടുള്ള പ്രത്യേകത നമുക്ക് കാണാം. ആദ്യമായിട്ട് ധ്യാനം തുടങ്ങുന്നത് നിർഗുണം നിരാകാരം പരബ്രഹ്മവസ്തു. കാരണം അതാണ് യഥാർത്ഥമായിരിക്കുന്നത്. ബാക്കിയുള്ളതായിട്ട് നാമരൂപങ്ങൾ, സൃഷ്ടി, ഇതൊക്കെ തന്നെ ആ അടിസ്ഥാനം ആധാരമായിരിക്കുന്നതായിട്ടുള്ള പരമാത്മവസ്തുവിൽ വിക്ഷേപിക്കപ്പെട്ടതാണ്. വാസ്തവത്തിലില്ലാത്തതും നമുക്ക് ഉണ്ടെന്ന് അനുഭവവേദ്യമാകുന്നതും മാത്രമാണ്. യാഥാർത്ഥ്യം നിർഗുണം നിരാകാരമായിട്ടുള്ള പരബ്രഹ്മവസ്തു. അതിനെക്കുറിച്ചിട്ട് വേദം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതേ പറഞ്ഞു തരുന്നുള്ളൂ, വേറൊന്നും പറഞ്ഞു തരുന്നില്ല. അതാണ് അതിൻ്റെ സ്വരൂപലക്ഷണം. ഇനി എന്തെങ്കിലും അതിനെക്കുറിച്ച് സ്വരൂപലക്ഷണം പറയണോ എന്ന് വെച്ചാൽ ഒന്നുകൂടി പറയാം, നിർമ്മലം പരിശുദ്ധം എന്നർത്ഥം. അതാണ് സത്യജ്ഞാന സുഖസ്വരൂപം കഴിഞ്ഞിട്ട് അമലം. അമലം നിർമ്മലം പരിശുദ്ധം എന്നർത്ഥം. അടുത്ത പാൽക്കടലിൽ ഇരിക്കുന്ന ഭാവമാണ് പറഞ്ഞത്. ക്ഷീരാബ്ദി മധ്യസ്ഥിതം. ക്ഷീരാബ്ദി മധ്യസ്ഥിതം എന്ന് പറഞ്ഞപ്പോൾ പാൽക്കടലിന്റെ മധ്യത്തിൽ എന്ന് പറയുമ്പോൾ മെല്ലെ മെല്ലെ ആ നിർഗുണം എന്നുള്ളത് സഗുണഭാവത്തിലേക്ക് കടക്കുകയാണ്. പാൽക്കടൽ, വെളുത്ത നിറമുള്ളതായിട്ടുള്ള പാല്, അത് സത്വഗുണത്തെ സൂചിപ്പിക്കുന്നു. പാൽക്കടലിനെ പലപ്പോഴും അമൃതക്കടലായിട്ട് പറയാറുണ്ട്. അമൃതം എന്താണ്? പരമാനന്ദമാണ്. അപ്പൊ പരമാനന്ദത്തെയും അത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് കൂടിയിട്ട് അതിനെ നിർഗുണമായിട്ടും കാണാം, അതേ സമയത്ത് സഗുണമായിട്ടും കാണാം. ഇപ്രകാരം നിർഗുണം നിരാകാരമായിട്ടുള്ള പരബ്രഹ്മ വസ്തു നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, നമുക്കെന്നും ഓർക്കുവാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്നും ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് അതിന് ഉതകുന്നതായിട്ടുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ പ്രത്യക്ഷപ്പെടുന്നതിനെ നമ്മൾ പലപ്പോഴും അവതാരമായിട്ട് പറയണു. ഇപ്രകാരം അവതരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗുണങ്ങളെ സ്വീകരിക്കേണ്ടിയിരിക്കണോ എന്ന് പറയാം. ദേവതാമൂർത്തികളെല്ലാം തന്നെ ഗുണങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ഏത് ഗുണത്തെ എന്ന് വെച്ചാൽ സത്വഗുണത്തെ. ഭട്ടതിരിപ്പാട് പ്രത്യേകം എടുത്തു പറയും, പരാഭ്യാം അപരികലനതോ നിർമ്മലം സത്വം. സത്വഗുണം, പരിശുദ്ധമായിട്ട് സത്വഗുണം മാത്രമല്ല, പരാഭ്യാം അപരികലനത, രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ലവലേശം പോലും ഇല്ലാതെ പരിപൂർണമായിട്ടുള്ള 100% സത്വഗുണത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ആ പരബ്രഹ്മ വസ്തു നമ്മുടെ മുന്നിൽ രൂപമെടുത്തിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, നമുക്കെന്നും ഓർക്കുവാൻ വേണ്ടിയിട്ട്, നമ്മെ എല്ലാവരെയും ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള രൂപത്തിൽ പ്രത്യക്ഷമാവുന്നു. ഇപ്രകാരം ഭഗവാൻ രൂപമെടുത്ത് വന്നതായിട്ട് സമയത്തും അടുത്ത വിശേഷണം പറഞ്ഞത് യോഗാരൂഢം എന്നാണ് പറഞ്ഞത്. യോഗാരൂഢനായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യോഗാരൂഢനായിരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് കർമ്മങ്ങളിലേക്ക് പോയിട്ടില്ല. വിഷയങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും പോകാത്ത ഭാവത്തെയാണ് യോഗാരൂഢ ഭാവമായിട്ട് പറയുന്നത്. വിഷയങ്ങളുടെ യാതൊരു വിധത്തിലുള്ള സംഘം മൊട്ടലില്ല. സർവസങ്കല്പങ്ങളെയും സന്യസിച്ചിരിക്കുന്നതായിട്ടുള്ള ഭാവം. അതാണ് ഭഗവത്ഗീതയിലെ യോഗാരൂഢനെ കുറിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നത്. യഥാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്യതേ സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തദുച്യതേ. എപ്പോഴാണോ ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക്, അല്ലെങ്കിലോ ന കർമ്മസു, കർമ്മങ്ങളിലേക്കോ ന അനുഷജ്യതേ, ഒരിക്കലും തന്നെ ഒട്ടലില്ലാതിരിക്കുന്നത്, സംഘമില്ലാതിരിക്കുന്നത്, സർവസങ്കല്പ സന്യാസി, എല്ലാ സങ്കല്പങ്ങളെയും സന്യസിച്ചിരിക്കണോ, ത്യജിച്ചിരിക്കണോ, എപ്പോഴാണോ ഇത് സംഭവിക്കുന്നത്, തഥാ യോഗാരൂഢ ഉച്യതേ, അവനെയാണ് അപ്പോൾ യോഗാരൂഢൻ എന്ന് പറയുന്നത്. അപ്പൊ യോഗാരൂഢനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് നിർഗുണം സഗുണത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ള ഭാവമായിട്ട് ഇവിടെ കരുതാം നമുക്ക്.
അന്ധക്കരണത്തിൻ്റെതായിട്ടുള്ള സമനില വിട്ടുപോയിട്ടില്ല. അന്ധക്കരണത്തിന്റെ സമനില എപ്പോഴാണോ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്, അതിനെയാണ് ഭഗവാൻ യോഗമായിട്ട് പറഞ്ഞത്. യോഗത്തിന്റെ നിർവചനം ആദ്യമായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? സമത്വം യോഗ ഉച്യതേ. മനസ്സിൻ്റെതായിട്ടുള്ള സമനിലയാണ് യോഗം എന്ന് പറഞ്ഞു. ഇനി അടുത്ത് വേറൊരു വിശേഷണം കൂടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു നിർവചനം കൂടി പറയുന്നുണ്ട് ഈ യോഗത്തിന്. എന്താണ് രണ്ടാമത്തെ നിർവചനം? അത് യോഗ കർമ്മസു കൗശലം. കർമ്മങ്ങളിലുള്ളതായിട്ടുള്ള കുശലതയാണ്, സാമർഥ്യമാണ്. അപ്പൊ എന്തുണ്ട്? ഏത് കർമ്മവും ചെയ്യാൻ സന്നദ്ധമായിരിക്കുന്ന രൂപം, അതിന് സാമർഥ്യത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള രൂപം, അതാണ് യോഗാരൂഢൻ എന്ന് പറഞ്ഞത്. വീണ്ടും അവിടെ വിഷയങ്ങളോടോ അല്ല കർമ്മഫലത്തോടോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള സംഘവുമില്ല. അതായത് ദുഃഖങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അതാണ് ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം എന്ന മൂന്നാമത്തെ നിർവചനം. ഈ മൂന്ന് നിർവചനവും ചേരുന്നതായിട്ടുള്ള ഭാവമാണ് യോഗാരൂഢൻ്റെതായിട്ടുള്ള ഭാവം. ആ യോഗാരൂഢം എന്നാണ് ഇവിടെ ലക്ഷ്മി നരസിംഹസ്വാമിയെ കുറിച്ചിട്ട് നാലാമത്തെ വിശേഷണമായിട്ട് പറഞ്ഞത്. ആ യോഗാരൂഢ ഭാവം മനസ്സിന്റെ സമനിലയെയാണല്ലോ കാണിക്കുന്നത്. ആ മനസ്സിലുള്ളതായിട്ടുള്ള ഭഗവാന്റേതായിട്ടുള്ള സമഭാവം, അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പരമാനന്ദം അദ്ദേഹത്തിന്റെ മുഖത്ത് സ്ഫുരിച്ച് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് അടുത്ത വിശേഷണം പറഞ്ഞത് അതിപ്രസന്നവദനം. അതാണ് അടുത്ത വിശേഷണം പറഞ്ഞത്, അതിപ്രസന്നവദനം. ആ പ്രസന്നമായിരിക്കുന്ന ഭാവം, താൻ തൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നതായിട്ടുള്ള പരമാനന്ദത്തെ നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കണ്ണുകളിൽ കൂടിയിട്ട്, മുഖത്തിലുള്ളതായിട്ടുള്ള എക്സ്പ്രഷനിൽ കൂടിയിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അടുത്ത വിശേഷണം അസംഖ്യം ആഭരണങ്ങളോട് കൂടിയിട്ട് പ്രകാശിക്കുന്നതാണ്, ഭൂഷാ സഹസ്രോജ്വലം. അപ്പൊ ഇവിടെ ആ തികച്ചും സാകാരമായിട്ട് ഭവിച്ചിരിക്കുന്നു ഭഗവാൻ. ഭഗവാന്റേതായിട്ടുള്ള രൂപമുണ്ട്. ഭഗവാൻ എന്തുണ്ട്? ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞിരിക്കണു എന്നാണ് പറഞ്ഞത്. ആഭരണങ്ങൾ എന്താണ്? ഭഗവാന്റെ ആഭരണങ്ങൾ അത് അനവധി മികച്ച ഗുണങ്ങളുടേതായിട്ടുള്ള പ്രതീകമായിട്ടാണ് പറയുന്നത്. മിറിയഡ് ക്വാളിറ്റീസ് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു വിവേകാനന്ദ സ്വാമികൾ. അനവധി അനവധി എക്സലന്റ് ആയിരിക്കുന്ന ക്വാളിറ്റീസ്, അതിൻ്റെതായിട്ടുള്ള സ്ഫുരണം, അതിൻ്റെതായിട്ടുള്ള പ്രകടഭാവം, അതാണ് ഭൂഷ, അതാണ് ഭൂഷണം, അതാണ് ഭഗവാന്റെ അലങ്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ അലങ്കാരം ഇപ്രകാരം ഭഗവാന്റേതായിട്ടുള്ള വിഭൂതിയാണ്, മഹാത്മ്യമാണ്, ലീലകളാണ് എന്ന് പറയുന്നതായിട്ട് സമയത്ത് ഭഗവാന്റേതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളിലും ഒരു സാഫല്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സഫലമാണ് എല്ലാ കർമ്മങ്ങളും. കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള ഔത്സുക്യ ഭാവമുണ്ട് ഭഗവാന്. മാത്രമല്ല ആ കർമ്മം കൊണ്ട് ആ നേടേണ്ടതായിരിക്കുന്നതായിട്ടുള്ള സാഫല്യത്തെ ഭഗവാൻ അവിടെ നേടുകയും ചെയ്യുന്നു. ഇത് നമുക്ക് തികച്ചും അവിടെ കാണാൻ സാധിക്കുന്നു. കർമ്മ സഫലത, അതാണ് ഭഗവാന്റേതായിട്ടുള്ള വിഭൂതി, മഹാത്മ്യം എന്നൊക്കെ പറയുന്നത്. കൃഷ്ണാവതാരം എടുത്തു കഴിഞ്ഞാൽ പൂതനയുടേതായിട്ടുള്ള വധം തൊട്ടിട്ട് എത്രയെത്ര ലീലകളാണ് നോക്കൂ. ആ ലീലകളെല്ലാം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ഭഗവാന്റെ കർമ്മങ്ങളുടേതായിട്ടുള്ള സാഫല്യത്തെയാണല്ലോ. അതൊക്കെയാണ് വാസ്തവത്തിൽ ഭഗവാന്റേതായിട്ടുള്ള ഭൂഷണം, അലങ്കാരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കർമ്മ സഫലത ഭഗവാൻ എങ്ങനെയുണ്ടായി? നമുക്കാണക്കിട്ടെ എന്തുണ്ട്? കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് സമയത്ത് പലപ്പോഴും അത് വിഫലമായിട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഭഗവാന് കർമ്മസഫലതയുണ്ടായി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തിരിച്ചറിവ് കൊണ്ടാണ്. തിരിച്ചറിവ് ഉണ്ടാവുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് ത്രക്ഷം എന്നുള്ളതായിട്ടുള്ള അടുത്ത വിശേഷണം പറഞ്ഞു. ത്രക്ഷം എന്ന് പറയുന്നത് 3 കണ്ണുകൾ, മൂന്നാമത്തെ കണ്ണ്. നമുക്ക് 2 കണ്ണുകളേ ഉള്ളൂ, ഭഗവാന് 3 കണ്ണുകളുണ്ട്. 3 കണ്ണുകൾ എന്തിനെ കാണിക്കുന്നു? 3 കാലങ്ങളെ കുറിച്ചിട്ടും ഭഗവാൻ അറിയാം, കാലാതീതമായിരിക്കുന്ന വസ്തുവിനെ കുറിച്ചിട്ടും ഭഗവാൻ അറിയാം. അതേമാതിരി ത്രിഗുണങ്ങളിൽപ്പെട്ടതിനെ കുറിച്ചിട്ടും ഭഗവാൻ അറിയാം, ഗുണാതീതമായിരിക്കുന്ന അതിനെ കുറിച്ചിട്ടും ഭഗവാൻ അറിയാം. അപ്രകാരം ഗുണാതീതം, കാലാതീതമായിരിക്കുന്ന അറിവ്, അതിനെ കാണിക്കുന്നതാണ് ത്രക്ഷം, മൂന്നാമത്തെ കണ്ണ്. അതിനാണ് ഐ ഓഫ് ഇൻറ്റ്യൂഷൻ, അതീന്ദ്രിയ ജ്ഞാനം എന്നൊക്കെ സൂചിപ്പിക്കുന്നത് ആ മൂന്നാമത്തെ കണ്ണിനെയാണ്. അപ്പൊ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മ സഫലതയ്ക്ക് കാരണമായിരിക്കുന്നത് ഈ തിരിച്ചറിവാണ്. കാലത്തെക്കുറിച്ചിട്ടും കാലാതീതമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ടും ഗുണങ്ങളെക്കുറിച്ചിട്ടും ഗുണാതീതമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ടും. ഇനി ഭഗവാൻ അടുത്ത വിശേഷണം പറഞ്ഞിരിക്കുന്നത് 4 തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള
വിശേഷമായിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആയുധങ്ങളെ കുറിച്ചിട്ടാണ്. ഒരു കയ്യിൽ ഭഗവാൻ ധരിക്കുന്നത് ചക്രമാണ്. ഭഗവാൻ ധരിച്ചിരിക്കുന്ന ചക്രത്തിന് കാലചക്രം എന്നാണ് പേര്. ആ കാലചക്രം എന്തിനെ കാണിക്കുന്നു? ഞാൻ കാലാതീതനാണ് എന്ന് കാണിക്കുന്നു. ഭഗവാൻ കയ്യിൽ ധരിച്ചിരിക്കുന്നു കാലചക്രത്തെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കാലമാകുന്നതായിട്ടുള്ള ചക്രം എൻ്റെ അധീനതയിലാണ്. ഞാൻ ആരാണ്? വാസ്തവത്തിൽ കാലത്തിന് അതീതനാണ് എന്ന് കാണിക്കുന്നു. അതേസമയത്ത് കാണുന്നതായിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ കാലത്തിൽപ്പെട്ടവരാണ്. നമ്മളെ കാലത്തിലാണ് ഉണ്ടാവുന്നത്, കാലത്തിൽ ജീവിക്കുന്നു, കാലം കൊണ്ടില്ലാതാവുന്നു. നമ്മുടെ എല്ലാ സംഗതികളും എവിടെ നടക്കുന്നു? കാലത്തിലാണ് നടക്കുന്നത്. ഭഗവാനാകട്ടെ ഈ കാലത്തിന് അതീതനാണ് എന്ന് തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള കാലചക്രം ധരിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരണു. പിന്നെയുള്ളത് വില്ലാണ്. പിനാകം. പിനാകം എന്ന് വെച്ചാൽ വില്ല് എന്നർത്ഥം. ആ വില്ല് എങ്ങനെ? വളച്ചിട്ട് ഞാൻ കെട്ടേണ്ടതാണ് വില്ല്. അത് ഭഗവാൻ കയ്യിൽ ധരിച്ചിരിക്കണു എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ വളച്ചിട്ട് ഉന്നതങ്ങളിലേക്ക്, ആ ഭഗവാന്റേതായിട്ടുള്ള ഭാവമാകുന്നതായിട്ടുള്ള ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള ശക്തിയെ കാണിക്കുന്നു, ഭഗവാന്റെ ശക്തിയെ കാണിക്കുന്നു. അതാണ് വാസ്തവത്തിൽ ഭഗവാന്റെ അനുഗ്രഹം. നമ്മൾ ഓരോരോ സാധനകൾ ചെയ്യുന്നതായിട്ട് സമയത്ത് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണു. എന്തും തന്നെ നമ്മൾ നേടിയെടുക്കുന്നത് പുരുഷപ്രയത്നം കൊണ്ടാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. പുരുഷപ്രയത്നം മാത്രം പോരാ, പുരുഷപ്രയത്നത്തിന്റെ കൂടെ ഭഗവാന്റെ അനുഗ്രഹവും കൂടിയിട്ട് വേണം. അപ്പൊ വേണ്ട രീതിയിൽ നമ്മൾ നിയന്ത്രണത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് സമയത്തും നമുക്ക് നിയന്ത്രണം കിട്ടുന്നില്ല. പക്ഷെ എപ്പോഴാണോ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ ഭഗവാൻ നമ്മുടെ മനസ്സിനെ വളച്ചിട്ട് തൻ്റെ ഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടി എന്നർത്ഥം. അത് കാണിച്ചുകൊണ്ടാണ് ഭഗവാൻ ഒരു കയ്യിൽ വില്ല് ധരിച്ചിരിക്കുന്നത്. അടുത്ത രണ്ടെണ്ണമുള്ളത് അഭയവരമുദ്രകളാണ്. അത് എല്ലാ ദേവന്മാരും, നമ്മുടെ എല്ലാ ദേവന്മാരും ധരിച്ചിരിക്കുന്നതാണ് അഭയവരമുദ്രകള്. അഭയം തൃപ്പാദങ്ങളാണ് എന്ന പാദങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ് അഭയം. സാധാരണയായിട്ട് ഇടത്തെ കൈ താഴോട്ട് ഇങ്ങനെ കാണിക്കുന്നു, പാദങ്ങളെ കാണിച്ചു തരുന്നു. ആ പാദങ്ങളാണ് അഭയം. അവിടെ നിങ്ങൾ ശരണം പ്രാപിക്കൂ എന്ന് നമ്മളെ കാണിച്ചു തരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭയവും നീങ്ങും. ഭയം നീങ്ങും എന്ന് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മുക്തി, ശ്രേഷ്ഠം വരം എന്നർത്ഥം. ആ വരം എന്താണ്? മുക്തി. ആ മുക്തി നിങ്ങൾക്ക് തരാം എന്ന് വരമുദ്രയിൽ കൂടിയിട്ട് കാണിക്കുന്നു. ഇപ്രകാരം അഭയവരമുദ്രകള്. അപ്പൊ ചക്രം ധരിച്ചിരിക്കണു ഭഗവാൻ, വില്ല് ധരിച്ചിരിക്കണു ഭഗവാൻ, അഭയമുദ്ര കാണിക്കുന്നു, വരമുദ്രയെ കാണിക്കുന്നു. ഇത് ഓർമ്മിപ്പിക്കുന്നതാണ് ചക്രം പിനാക സാഭയവരം ബിഭ്രാണം എന്ന് പറഞ്ഞത്. ഇപ്രകാരം ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അർക്കച്ഛവ്യം എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് സൂര്യനെ പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കണു, സൂര്യനെ പോലെ പ്രഭയോടുകൂടിയിരിക്കണു. സൂര്യപ്രകാശം, പ്രകാശം എന്നുള്ളത് എന്തിനെ കാണിക്കുന്നു? അജ്ഞാനത്തെ നീക്കുന്നതായിട്ടുള്ള ജ്ഞാനപ്രകാശത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ അർക്കച്ഛവ്യം എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് ഭഗവാൻ കാണിച്ചു തരുന്നു ഭഗവാന്റേതായിട്ടുള്ള പാദങ്ങളെ. അവിടെ ശരണം പ്രാപിക്കൂ. ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജ്ഞാനം, ആ ജ്ഞാനപ്രകാശത്തെ ഞാൻ അരുളാം എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് ഭഗവാൻ അവിടെ നിൽക്കുന്നു. ഇവിടെ പറഞ്ഞു അടുത്ത വിശേഷണം ഛത്രീഭൂത ഫണീന്ദ്രം. ഫണീന്ദ്രം നാഗരാജാവാണ്. പത്തികളോട് കൂടിയിരിക്കുന്ന നാഗങ്ങള്, നാഗങ്ങളുടേതായിട്ടുള്ള ഇന്ദ്രം രാജാവാണ്. അതെന്തായിരിക്കണു? ഛത്രീഭൂതം, കുടയായിട്ട് തീർന്നിരിക്കണു. അപ്പൊ അനന്തൻ ഇവിടെ കുടയായി തീർന്നിരിക്കണം. അനന്തൻ എന്താണ്? ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെതായിട്ടുള്ള പ്രതീകമാണ്. ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ തണലിൽ ഇരിക്കണു എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചിരിക്കണു. അത് നമുക്കും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ഭഗവാൻ അവിടെ നിൽക്കണു. അവസാനം പറഞ്ഞത് ഇന്ദുധവളം എന്നാണ്. ഇന്ദുധവളം ചന്ദ്രൻ്റെതായിട്ടുള്ള ധവളിമ. ചന്ദ്രന്റെ ധവളിമയുടെ പ്രത്യേകത എന്താണ്? ആ പൂനിലാവ് ഹിതശീതളത്തെ നൽകുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിട്ട് ഒരു കുളിർമയെ നൽകുന്നു. ഇപ്രകാരം കുളിർമയെ എല്ലാവർക്കും നൽകിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ലക്ഷ്മി സഹിതനായിരിക്കുന്നതായിട്ടുള്ള നരസിംഹമൂർത്തി. ലക്ഷ്മി എന്നുള്ളത് സമ്പത്തിനെ കാണിക്കുന്നതായിട്ടുള്ള വാക്കാണല്ലോ. സമ്പത്തിന്റെ അതിദേവതയാണല്ലോ ലക്ഷ്മി. ഇവിടെ ലക്ഷ്മി ദേവി എന്തിനാ കാണിക്കുന്നത്? ദൈവീ സമ്പത്തിനെയാണ് കാണിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ 2 തരത്തിലുള്ളതായിട്ട് സമ്പത്തുണ്ട് പറയും. ദൈവീ സമ്പത്തുണ്ട്, ആസുര സമ്പത്തുണ്ട്. ആസുര സമ്പത്ത് നമ്മളെ ഇവിടെ ബന്ധിച്ചിടുന്നതായിട്ട് സമയത്ത് ദൈവീ സമ്പത്ത് നമ്മളെ അതിൽ നിന്നും മോചിപ്പിക്കുന്നു.
ഇപ്രകാരമുള്ളതായിട്ട് ദൈവീ സമ്പത്തിന്റെ പ്രതീകമായിട്ടാണ് ലക്ഷ്മി ദേവി. ജ്ഞാനസമ്പത്താണത്. അത് അപരോക്ഷ അനുഭൂതിയാണ്. അതെന്താണ്? ആത്മസാക്ഷാത്കാരമായിരിക്കുന്നതായിട്ടുള്ള സമ്പത്ത്. അതോടുകൂടിയിട്ട് വിളങ്ങുന്നതായിരിക്കുന്ന പ്രകാശിക്കുന്നതായിട്ടുള്ള നരസിംഹം, ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നതായിട്ടുള്ള ആ നരസിംഹം, അതിനെയാണ് ഈ ധ്യാനത്തിൽ കൂടിയിട്ട് കാണിച്ചു തന്നത്. ഇനി ഈ ധ്യാനത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ധ്യാനത്തില് നമുക്ക് ആ ആത്മസ്വരൂപത്തിൽ എത്തിച്ചേരാനുള്ളതായിട്ടുള്ള ആ മാർഗവും കൂടിയിട്ട് സ്പഷ്ടമായിട്ട് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അതിന് എന്ത് വേണം? ആദ്യം അവസാനത്ത് നിന്ന് ആദ്യത്തിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ വന്നത് തുടങ്ങിയിട്ട് അവസാനം വരെ വന്നു. ഇത് തിരിച്ചു പോകണം, അവസാനത്ത് നിന്ന് ആദ്യത്തിലേക്ക് പോകണം. അപ്പൊ ആദ്യമായിട്ട് എന്ത് വേണം? ലക്ഷ്മി നരസിംഹസ്വാമിയെ കാണണം എന്നർത്ഥം. എങ്ങനെയാ കാണുന്നത്? സഗുണ സാകാര ഭാവത്തിൽ ലക്ഷ്മി സഹിതനായിരിക്കുന്ന നരസിംഹസ്വാമിയെ കാണണം. നല്ലവണ്ണം കണ്ടുകഴിക്കുന്നതായിട്ട് സമയത്ത്, മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് കാണുന്നതായിട്ട് സമയത്ത്, കുറച്ചു നേരത്തേക്ക് മനസ്സിലുള്ളതായിട്ടുള്ള മറ്റ് വിചാരങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്നതായിട്ട് സമയത്ത് എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു കുളിർമ നമുക്ക് മനസ്സിൽ അനുഭവിക്കാൻ സാധിക്കും. അതിനെയാണ് ഇന്ദുധവളം എന്ന് പറഞ്ഞത്, ഹിതശീതളം എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ ആ കുളിർമ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വേണ്ടതാണ് ഇന്ദ്രിയ നിഗ്രഹം. ആ ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം തുടങ്ങിയത് ഇത് അഭ്യസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങണം. അതാണ് ക്ഷത്രീഭൂത ഫണീന്ദ്രം എന്നുള്ള വാക്കിൽ കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭ്യാസം തുടങ്ങുന്നതായിട്ട് സമയത്ത് ഭഗവാനെ നമുക്ക് തുടരുന്നതായിട്ട് സമയത്ത് ഭഗവാനെ നമുക്ക് ജ്ഞാനസ്വരൂപിയായിട്ട്, പ്രകാശസ്വരൂപിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതാണ് അടുത്ത വിശേഷണം അർക്കക്ഷവിം എന്ന് പറഞ്ഞത്. ഭഗവാൻ ആ ജ്ഞാനസ്വരൂപത്തില് നിഷ്ഠ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് മുദ്ര കാണിച്ചു തരണു. എന്താ മുദ്ര കാണിച്ചത്? അഭയമാകുന്നതായിട്ട് തന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു തരികയാണ്. ആ തൃപ്പാദങ്ങളിൽ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ മോക്ഷം തരാം എന്ന് വരമുദ്രയിൽ കൂടിയിട്ട് കാണിക്കുന്നു. അതാണ് അഭയവരം ബിഭ്രാണം എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? നമ്മളെ മുഴുവനുമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണം. ആ സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സിനെയാണ് ഭഗവാൻ വളച്ചിട്ട് ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അതെങ്ങനെ സംഭവിക്കുന്നു? കാലക്രമേണ. കാരണം ഭഗവാൻ അവിടെ കാലചക്രത്തെ കയ്യിൽ ധരിച്ചിരിക്കണമല്ലോ. ഭഗവാൻ തന്നെ പറയേണ്ട ഭഗവത്ഗീതയില്, ബഹൂനാം ജന്മനാമന്റെ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. കണ്ടോ? ജ്ഞാനിയെ പോലും എത്രയെത്രയോ ജന്മങ്ങളിൽ കൂടിയിട്ടാണ് എന്നെ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് സാധന അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ. കാലം കൊണ്ട് മാത്രമേ ആ അനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് കാലചക്രം കൊണ്ട് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. കാലക്രമേണ ഇപ്രകാരം മനസ്സിനെ ഭഗവാന്റേതായിട്ടുള്ള പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. ലളിതാ സഹസ്രനാമത്തിലുണ്ടല്ലോ വാക്ക്, മനോരൂപ ഇക്ഷുകോദണ്ഡ. നമ്മൾ സമർപ്പിക്കുന്നതായിട്ടുള്ള മനസ്സിനെയാണ് ദേവി എന്ത് ചെയ്യുന്നത്? തന്റെ കയ്യിലുള്ളതായിട്ടുള്ള ഇക്ഷുകോദണ്ഡം, കരിമ്പ് വില്ലായിട്ട് വെച്ചിരിക്കുന്നത് എന്നവിടെ പറഞ്ഞു തരണു ലളിതാ സഹസ്രനാമത്തില്. മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്രസായക. ഉണ്ടോ? അപ്പൊ ഇപ്രകാരം നമ്മുടെ മനസ്സിനെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതായിട്ട് സമയത്ത് അതിനെ വളച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഉന്നതങ്ങളിലേക്ക്, ആ ഭഗവാന്റേതായിട്ടുള്ള ഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ജ്ഞാനദൃഷ്ടി ഉണ്ടാവുന്നത് എന്ന് പറയാം. ആ ജ്ഞാനദൃഷ്ടിയോട് കൂട്ടിയിട്ട്, ആ ജ്ഞാനദൃഷ്ടിയെ കാണിക്കുന്ന വാക്കാണ് ത്രക്ഷം എന്ന് പറഞ്ഞത്. സാധാരണ കണ്ണുകൊണ്ട് കാണേണ്ടതല്ല അത് മൂന്നാമത്തെ കണ്ണുകൊണ്ട് കാണേണ്ടതാണ്. ഭഗവാൻ പോലും തന്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തതായിട്ട് സമയത്ത് പറഞ്ഞു, അല്ലയോ അർജുന, ഈ മാംസചക്ഷുസ്സുകൾ കൊണ്ട് നിനക്ക് എന്റെ രൂപത്തെ കാണാൻ പറ്റില്ല. ദിവ്യം ദദാമി തേ ചക്ഷുഹു. ദിവ്യമായിട്ടുള്ള ചക്ഷുസ് നിനക്ക് തരാമെന്ന് പറഞ്ഞല്ലോ. ആ ദിവ്യമായിട്ടുള്ള ചക്ഷുസ് അതെന്താണ്? ബുദ്ധി കൊണ്ട് ഗ്രഹിക്കേണ്ടതാണ്, സൂക്ഷ്മബുദ്ധി കൊണ്ട് ഗ്രഹിക്കേണ്ടതാണ്. ആ ബുദ്ധിക്ക് ആ പ്രത്യേകമായിട്ടുള്ള ആ സാമർഥ്യം നമ്മൾ നേടിയെടുക്കേണ്ടിയിരിക്കണോ സാധന അഭ്യാസങ്ങളിൽ കൂടിയിട്ട്. അതിനെ കാണിക്കുന്നവിടെ ദിവ്യചക്ഷുസ്, അതാണ് മൂന്നാമത്തെ കണ്ണ്, ത്രക്ഷം എന്ന് പറഞ്ഞത്. ഇപ്രകാരം നമുക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടായി കഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടായി എന്നല്ല അർത്ഥം. എന്താണ് ജ്ഞാനം? വാസുദേവ സർവമിതി. ഈ കാണുന്നത് മുഴുവൻ തന്നെ ഭഗവാനാണ്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നും തന്നെയില്ല.
ഭഗവാൻ തന്നെ പറഞ്ഞു, മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തേ, എന്നിൽ നിന്നും അന്യമായിട്ട് യാതൊന്നും തന്നെ ഇല്ലല്ലോ അർജുന. ഇവിടെ ഞാൻ തന്നെയാണ് എല്ലാമായിട്ട് തീർന്നിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന മായയായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ത്രിഗുണങ്ങളും ഞാൻ തന്നെയാണ്. ഇനി ഇതിനെല്ലാം തന്നെ അതീതമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും ജീവഭാവത്തിലിരിക്കുന്നതായിട്ടുള്ള പരപ്രകൃതിയോട് കൂടിയിട്ടുള്ള ഞാൻ, അതും ഞാൻ തന്നെയാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. അതാണ് ജ്ഞാനദൃഷ്ടി. വാസുദേവ സർവമിതി. ഇപ്രകാരം മുഴുവൻ ആത്മൈവേദം സർവം, ഇവിടെ മുഴുവൻ ആത്മാവ് തന്നെയുള്ളൂ എന്നുള്ള ആ അനുഭവം, അതാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. ഈ ജ്ഞാനദൃഷ്ടിയിലൂടെ കാണുന്നതെല്ലാം തന്നെ ഭഗവാനായിട്ട് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതാണ് ഭഗവാന്റേതായിട്ടുള്ള എല്ലാം എന്തായിട്ട് തീരണു? ഭഗവാന്റെ വിഭൂതിയായിട്ട് തീരണു, മാഹാത്മ്യമായിട്ട് തീരണു. അപ്പോൾ ഇത് മുഴുവൻ തന്നെ എന്താണ്? ഭഗവാൻ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭൂഷകളാണ്, ഭൂഷണമാണ്, അലങ്കാരമാണ്. ഭൂഷാ സഹസ്രോജ്വലം എന്നുള്ളതായിട്ടുള്ള വാക്ക് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സഗുണ സാകാരമായിരിക്കുന്ന ഭാവത്തില് ഭഗവാൻ അവിടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ആ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ ഭാവമാണ് അതിപ്രസന്നവദനം എന്നുള്ളതായിട്ടുള്ള ഭാവം കാണിച്ചത്. ഈ അതിപ്രസന്നനായിട്ട് നമ്മളെ പുഞ്ചിരിയോടുകൂടി നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള സമഭാവത്തെ, ആ ആനന്ദത്തെ നമ്മിലേക്ക് പകരുന്നു. എപ്പോഴാണോ ഭഗവാൻ ആ സമഭാവത്തെ നമ്മിലേക്ക് പകരുന്നത്, അനുഗ്രഹിക്കുന്നത്, അരുളുന്നത്, അതോടുകൂടിയിട്ട് നമ്മുടെ അന്ധകരണവും സമഭാവത്തിൽ എത്തിച്ചേരണു. സമഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു സമത്വം യോഗ ഉച്യതേ. അപ്പൊ നമ്മൾ എന്തായിട്ട് തീരുന്നു? യോഗാരൂഢന്മാരായിട്ട് തീരുന്നു. ആ യോഗാരൂഢ ഭാവത്തില് എല്ലാറ്റിനെയും നമുക്ക് യഥാർത്ഥമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. നാമരൂപങ്ങളെയൊക്കെ വിട്ടിട്ട് നാമരൂപങ്ങളുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള പരമാത്മ ചൈതന്യത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതെന്താണ്? സത്വഗുണത്തില് എല്ലാം ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പാൽ പോലെ വെളുത്തതായിരിക്കുന്നതായിട്ടുള്ള സത്വം, അതാണ് അടുത്ത വിശേഷണത്തിൽ നമ്മൾ കണ്ടത്. ക്ഷീരാബ്ദി മധ്യസ്ഥിതം. ഇത് നമ്മെ മെല്ലെ മെല്ലെ ശുദ്ധീകരിച്ച് പരമപവിത്രതയിലേക്ക് കൊണ്ടുപോയി നിർമ്മലം അമലമാക്കിയിട്ട് പിന്നെ സത്വജിത്ത് ആനന്ദ സ്വരൂപത്തിലെത്തിക്കണു. സത്യ ജ്ഞാന സുഖ സ്വരൂപം. ഇതാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സത്യജ്ഞാന സുഖസ്വരൂപമമലം ക്ഷീരാബ്ദി മധ്യസ്ഥിതം യോഗാരൂഢമതിപ്രസന്നവദനം ഭൂഷാ സഹസ്രോജ്വലം ദ്രക്ഷം ചക്രപിനാകസാഭയവരം ബിഭ്രാണമർക്കച്ഛവിം ക്ഷത്രീഭൂത ഫണീന്ദ്രമിന്ദുധവളം ലക്ഷ്മീ നൃസിംഹം ഭജേ. അപ്പൊ ആ ലക്ഷ്മീ നരസിംഹസ്വാമി നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഈ ഒരു ഉപാസന വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നു. ആ നരസിംഹസ്വാമിയുടെ ദർശനം കൊണ്ട് മെല്ലെ മെല്ലെ നമ്മൾ കുറേശ്ശ അധ്വാനിച്ചു കഴിഞ്ഞാൽ, ആ പുരുഷ പ്രയത്നം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടി നേടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് പരമമായിട്ടുള്ള പദവിയിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു വളരെ എളുപ്പത്തിൽ. ഇപ്രകാരം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നരസിംഹ അവതാരം. നരസിംഹം എന്ന വാക്കിന്റെ അർത്ഥം നരശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. കാരണം സിംഹം, അതുമായിട്ട് തന്നെ ഋഷഭം, ശാർദൂലം എന്നുള്ള വാക്കുകളൊക്കെ കാണിക്കുന്നത് ശ്രേഷ്ഠതയെയാണ്. അർജുനനെ ഭഗവാൻ എപ്പോഴും വിളിക്കുന്നത് ഭരത ഋഷഭ എന്നാണ്. അതേമാതിരി തന്നെ ശ്രീരാമചന്ദ്രസ്വാമിയെ കുറിച്ചിട്ട് നമ്മൾ ചെല്ലുന്നതായിട്ടുള്ള രാവിലെ ആ പ്രാതകാലത്ത് ചെല്ലുന്നതായിട്ട് സ്തോത്രത്തില് ഉത്തിഷ്ഠ നരശാർദൂല, അവിടെ ശാർദൂലം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ തന്നെ ശ്രേഷ്ഠതയെ കാണിക്കുന്നതായിട്ടുള്ള വാക്കാണ്. അപ്പൊ നരസിംഹം എന്ന് വെച്ചത് എന്താണ്? നരശ്രേഷ്ഠനാണ്. നരശ്രേഷ്ഠൻ ആരാണ്? നരന്മാരിൽ വെച്ചിട്ട് ശ്രേഷ്ഠനായിരിക്കുന്നവൻ, മഹാത്മാവായിരിക്കുന്നവൻ, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ ഭഗവത് സ്വരൂപമായിട്ട് അനുഭവിക്കുന്നവൻ, അവനാണ് ഗുരുവായിരിക്കുന്നത്, സദ്ഗുരുവായിരിക്കുന്നത്. അപ്പൊ നരസിംഹം വാസ്തവത്തിൽ നമ്മുടെയൊക്കെ തന്നെ ഗുരുവാണ്. നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ രൂപമെടുത്തത് എന്ന് പറയാം. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ കാണേണ്ടത് ഹിരണ്യകശിപുവിനെ ബോധവാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കൂടിയിട്ട് നമുക്ക് കാണാം. സാധാരണ പറയുമ്പോൾ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വന്നു എന്നാണ് പറയാറ്. തെറ്റല്ല, ഭഗവാനെ പ്രഹ്ലാദനെ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷെ അത് കൂടാതെ തൻ്റെ പരമഭക്തനായിരിക്കുന്നതായിട്ടുള്ള ഹിരണ്യകശിപുവിന് അല്ലേ
അവന് സദ്ഗതി നൽകാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ അവതാരമാണ് ജയവിജയന്മാരുടെ. അപ്പൊ അവന് സദ്ഗതി നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഹിരണ്യകശിപുവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എടുത്തിരിക്കുന്നതായിട്ട് രൂപമാണ്. ഹിരണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം സ്വർണം എന്നാണ്. കശിപു എന്ന് വെച്ച് കഴിഞ്ഞാൽ പായ അല്ലെങ്കിൽ മെത്ത എന്നാണ് അർത്ഥം. അപ്പൊ ഹിരണ്യകശിപു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണമെത്തയിൽ കിടക്കുന്നവനാണ് എന്നർത്ഥം. സ്വർണം എല്ലാ ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെയും പ്രതീകമാണ്. അപ്പൊ ഹിരണ്യകശിപു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ ലോലുപനായിരിക്കുന്നവൻ, മുഴുകിയിരിക്കുന്നവൻ, വിഷയസുഖങ്ങളിൽ മാത്രം രമിക്കുന്നവൻ എന്നർത്ഥം. അവനൊരു സഹോദരനുണ്ട്, ഹിരണ്യാക്ഷൻ എന്നാണ്. അവന്റെ കണ്ണ് മുഴുവൻ തന്നെ ഹിരണ്യത്തിലാണ്, സ്വർണത്തിലാണ്, വിഷയവസ്തുക്കളിലാണ്. ഹിരണ്യകശിപു 3 ലോകത്തിന്റെ മധിപനായിരുന്നു. കാരണം ദേവന്മാരെയൊക്കെ ഓടിച്ചു എല്ലാ ലോകങ്ങളുടെയും ആധിപത്യം അവൻ നേടിയെടുത്തു. പക്ഷെ എങ്കിലും അവന്റെ ഉള്ളില് എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു അരക്ഷിതാബോധം ഉണ്ടായിരുന്നു എന്നാണ്. ആ അരക്ഷിതാബോധം എന്തുകൊണ്ടുണ്ടായി? ഈ ലോകങ്ങൾ മുഴുവൻ തന്നെ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നരാണാം അയനം നാരായണ, നമ്മുടെ എല്ലാവർക്കും അയനം, ആശ്രയസ്ഥാനമായിരിക്കുന്നത് ഭഗവാനാണ്, നാരായണനാണ്. പക്ഷേ അവന്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള അഹം എന്നുള്ളതായിട്ടുള്ള ഭാവം അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചു. ഈ തിരിച്ചറിവിൻ്റെതായിട്ടുള്ള അഭാവം അവനിൽ നിഷേധഭാവം വളർത്തി. അതുകൊണ്ടാണ് അവൻ ഭഗവാനെ നിഷേധിച്ചത്. അപ്പൊ ഇത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഹിരണ്യകശിപു എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. കാരണം നമ്മുടെ ശരിയായിട്ടുള്ള രൂപം എന്താണ്? സത്വജിത്ത് ആനന്ദ സ്വരൂപമാണ്, പരബ്രഹ്മ വസ്തുവാണ് നമ്മളൊക്കെ തന്നെ. ഇതറിയാതെയാണ് നമ്മൾ സംസാരത്തിൽ ഭ്രമിച്ചിട്ട് ഉഴലുന്നത്. ശാസ്ത്ര പഠനം കൊണ്ടും അതേമാതിരി തന്നെ യുക്തി ചിന്തകളെ കൊണ്ടും നമുക്ക് സ്വരൂപ ബുദ്ധി ഉണ്ടാവും. ബുദ്ധി കണ്ട് നമുക്കൊക്കെ അറിയാം സത്യജിത്ത് ആനന്ദ സ്വരൂപമാണ്, അമൃത സ്വരൂപമാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് ബുദ്ധിയിൽ നമുക്കൊക്കെ അറിയാം. പക്ഷേ അത് അനുഭവത്തിലേക്ക് വരുന്നില്ലല്ലോ. എന്റെ അനുഭവത്തിലേക്ക് വരാതിരിക്കുന്നത് അത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള അഹം എന്നുള്ളതായിട്ടുള്ള ഭാവമാണ്. ഈ അഹം എന്നുള്ളതായിട്ടുള്ള ഭാവം നമ്മുടെ സ്വരൂപജ്ഞാനത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മുടെ സ്വരൂപജ്ഞാനം, ആ സത്യജിത്ത് ആനന്ദ സ്വരൂപം, ആ പരമമായിട്ട് സംതൃപ്തി അത് നിഷേധിക്കപ്പെടുന്നത്, ആ സമയത്ത് നമ്മുടെ ശരീരത്തോട് താതാത്മ്യം പ്രാപിക്കുന്നു. ആ ശരീരത്തോട് താതാത്മ്യം പ്രാപിച്ചിട്ട് വിഷയങ്ങളിലേക്കും വിഷയസുഖങ്ങളിലേക്കും നിരന്തരം നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണോ. അതിൽ നിന്ന് കിട്ടുന്നതോ സ്ഥായിയായിരിക്കുന്ന ദുഃഖഭാവം. ഇടയ്ക്കൊക്കെ സുഖമൊക്കെ കിട്ടാറുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് എന്താണ്? ദുഃഖഭാവം. ഈ ദുഃഖഭാവത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ഈ അഹം എന്നുള്ളതായിട്ടുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കേണ്ടിയിരിക്കണോ, പോകേണ്ടിയിരിക്കണോ? ഈ അഹം എന്നുള്ളതായിട്ടുള്ള ഭാവത്തിൻ്റെതായിട്ടുള്ള ശിക്ഷണം അത് ആർക്കേ സാധിക്കുള്ളൂ? നരസിംഹത്തിനെ സാധിക്കുള്ളൂ. ജ്ഞാനസിംഹമായിരിക്കുന്ന നരൻ, അദ്ദേഹത്തിനെ സാധിക്കുള്ളൂ. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞു സദ്ഗുരു, ബ്രഹ്മനിഷ്ഠനാണ്. അദ്ദേഹമാണ് ലക്ഷ്മി നൃസിംഹമൂർത്തിയായിട്ട് ഇവിടെ വന്നു നിൽക്കുന്നത്. വിഷയങ്ങളിൽ ഒട്ടി നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ വളച്ചിട്ട് ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകണം. അത് കാലം കൊണ്ട് സാധിക്കേണ്ടതാണ്. എന്നിട്ട് നമ്മളെ കാലാതീതമായിരിക്കുന്ന ആ അവസ്ഥയിൽ എത്തിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ചക്രം, പിനാകം, അഭയവര മുദ്രകള് എല്ലാം തന്നെ ധരിച്ചിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതും എവിടെ? അനന്തനാകുന്ന കുടക്കീഴിൽ, അതായത് ഇന്ദ്രിയ നിഗ്രഹങ്ങളുടെയും മനോനിഗ്രഹത്തിന്റെയും തണലിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും, ആ നരസിംഹം ഹിരണ്യകശിപുവിനെ ജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാനുഭൂതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നതായിട്ടുള്ള ഗുരുസ്വരൂപിയാണ്. നമ്മെയും ഇപ്രകാരം നയിക്കുവാൻ വേണ്ടിയിട്ട്, അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ തയ്യാറായിരിക്കണം. ഈ നരസിംഹം എവിടുന്ന് വന്നു? നരസിംഹം വന്നത് സ്തംഭത്തിൽ നിന്നാണ്, തൂണിൽ നിന്നാണ്. സ്തംഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ബോധം എന്നാണ് അർത്ഥം. അത് പിളർക്കപ്പെട്ടപ്പോൾ നരസിംഹം പ്രത്യക്ഷമായി. നരസിംഹം എന്ത് ചെയ്തു? ഹിരണ്യകശിപുവിൻ്റെതായിട്ടുള്ള മാറ് പിളർന്നു, ഹൃദയമെടുത്തു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അഹം, ആ അഹങ്കാരത്തിലിരിക്കുന്ന, അഹങ്കാരത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഹൃദയത്തെ തകർത്തു എന്നർത്ഥം. ഹൃദയത്തിലെ അഹങ്കാരം നീങ്ങി. അഹങ്കാരം നീങ്ങിയാൽ പിന്നീട് അവിടെ അവസാനിക്കുന്നത് പരമാനന്ദമാണ്, ആനന്ദം അത് മാത്രം.
അഹം ഇല്ലാതായപ്പോൾ പ്രഹ്ലാദൻ ബാക്കിയായി. ഹ്ലാദം എന്ന വാക്കിനർത്ഥം ആനന്ദമാണ്, സുഖമാണ്, സന്തോഷമാണ്. പ്രഹ്ലാദൻ എന്ന് വെച്ചാൽ പരമാനന്ദമാണ്. അപ്പൊ ഹിരണ്യകശിപുവിൻ്റെതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ദൃഷ്ടി, വിഷയങ്ങളിലേക്കുള്ളതായിട്ടുള്ള ദൃഷ്ടി, അത് അകന്നതായിട്ട് സമയത്ത് അവന് ആത്മദൃഷ്ടി കൈവന്നു. ആത്മദൃഷ്ടി കൈവന്നതായിട്ട് സമയത്ത് അവൻ പരമാനന്ദത്തെ അനുഭവിച്ചു. പരമാനന്ദത്തെ അനുഭവിച്ചു എന്ന് മാത്രമല്ല, പരമാനന്ദം മാത്രം ബാക്കിയായി. അതാണ് പിന്നീട് ഹിരണ്യകശിപു ഇല്ല, പിന്നെ ആരേ ഉള്ളൂ? പ്രഹ്ലാദൻ മാത്രമേ ഉള്ളൂ. പ്രഹ്ലാദൻ പരമാനന്ദ സ്വരൂപി, പ്രഹ്ലാദൻ മാത്രമായി. ആത്മൈവ പുത്ര എന്ന് ശാസ്ത്രം പറഞ്ഞു തരണു. താൻ തന്നെയാണ് പുത്രൻ. പുത്രനും താനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ഹിരണ്യകശിപുവിന്റെ ആ ഭൗതികമായിട്ടുള്ള ദൃഷ്ടി നീങ്ങിയപ്പോ ആത്മദൃഷ്ടി, ആ പരമാനന്ദത്തെ അദ്ദേഹത്തിന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിരണ്യകശിപു എന്തായിട്ട് തീർന്നു? പ്രഹ്ലാദനായിട്ട് തീർന്നു. പ്രഹ്ലാദന് വേറൊരു പേരുണ്ട്, പ്രഹ്ലാദോ വൈ കായാധവ. കയാധുവിന്റെ പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം പറയും. കയാധു എന്നുള്ളത് പ്രഹ്ലാദന്റെ മാതാവിന്റെ പേരാണ്. കായാധവ എന്താ വാക്കിൻ്റെതായിട്ടുള്ള അർത്ഥം? കായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം എന്നർത്ഥം. ധവ അധവ എന്ന് വെച്ചാൽ ധവൻ അല്ലാത്തവൻ എന്നർത്ഥം. ധവൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭർത്താവ്, പരിപാലിക്കുന്നവൻ, പോഷിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ കായധവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരപോഷണം മാത്രം ചെയ്യുന്നവൻ, ശരീരപോഷണത്തിന് അമിതമായിരിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നവൻ എന്നർത്ഥം. നേരെ മറിച്ചിട്ടോ കായ അഥവാ എന്ന് വെച്ചു കഴിഞ്ഞാലോ ശരീരപാലനത്തിന് അമിതമായിരിക്കുന്ന പ്രാധാന്യത്തെ കൊടുക്കാത്തവൻ എന്നർത്ഥം. ഹിരണ്യകശിപു കായധവനാണ്, കാരണം ശരീരത്തിനാണ് അവൻ പ്രാധാന്യം കൊടുത്തത്. പ്രഹ്ലാദനാകട്ടെ അതിന് വിപരീതമായിട്ട് കായാധവനാണ്, കായ അധവനാണ്. ശരീര പോഷണത്തിന് ആരാണോ അമിതമായിരിക്കുന്ന പ്രാധാന്യത്തെ കൊടുക്കാതിരിക്കുന്നത് അവന് മാത്രമേ ആത്മാനുഭവം സാധ്യമാവുള്ളൂ. അതാണ് ശരീരത്തെ നിയന്ത്രിക്കൂ, തപസ്സു ചെയ്യൂ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ, മനസ്സിനെ നിയന്ത്രിക്കൂ എന്നൊക്കെ പറയാനുള്ളതായിട്ടുള്ള കാരണം. അപ്പൊ വീണ്ടും നമുക്ക് ഒന്നുകൂടി ക്ലിയറായി, ഈ നരസിംഹം എന്നുള്ളത് ഹിരണ്യകശിപുവിന് അപരോക്ഷ ജ്ഞാനം അത് നേടിക്കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഗുരുവാണ് ആ നരസിംഹം. പക്ഷെ നാം അറിയുന്നത് എങ്ങനെ? പകുതി നരനും പകുതി സിംഹവുമായിരിക്കുന്നതായിട്ടുള്ള രൂപമാണല്ലോ. എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിരണ്യകശിപു നേടിയിരിക്കുന്നതായിട്ടുള്ള വരമാണ്. ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് വന്നതായിട്ട് സമയത്ത് പറഞ്ഞു, മമ മൃത്യുഹോമ അഭൂത്, എനിക്ക് മരണം സംഭവിക്കരുത്. ഏതിൽ നിന്നൊക്കെ എന്ന് ലിസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് 6 പറഞ്ഞു കൊടുത്തു. ഒന്ന് പറഞ്ഞു ത്വദ്വിസൃഷ്ടേഭ്യ ഭൂതേഭ്യ, അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഭൂതങ്ങളിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്. രണ്ടാമതായിട്ട് പറഞ്ഞു അന്യസ്മാദപി, ദക്ഷപ്രജാപതികള് തുടങ്ങിയവരൊക്കെ ഉണ്ട്, അവർ സൃഷ്ടിച്ചതായിട്ടുള്ള ഭൂതങ്ങളിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്. മൂന്നാമതായിട്ട് ചോദിച്ചു നരൈഹി മൃഗൈഹി അപി, മനുഷ്യരിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്, മൃഗങ്ങളിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്. പിന്നീട് ചോദിച്ചു സുര അസുര മഹോരഗൈഹി മാ മൃത്യുഹോ അഭൂത്, സുരന്മാരിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്, അസുരന്മാരിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്. പിന്നെയോ സർപ്പങ്ങളിൽ നിന്നും ഉരകങ്ങളിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്. അഞ്ചാമതായിട്ട് ചോദിച്ചു വ്യസുഭിഹി അസുമദ്ഭിഹി, പ്രാണനില്ലാത്തവയിൽ നിന്നും പ്രാണനുള്ളവയിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്. ആറാമതായിട്ട് പറഞ്ഞു ആയുധൈഹി, ആയുധങ്ങളിൽ നിന്ന് എനിക്ക് മരണം സംഭവിക്കരുത്. ഈ 6 ലിസ്റ്റ് ചെയ്ത് പറഞ്ഞതായിട്ട് സമയത്ത് എന്തുണ്ടായി? ആ കർത്താവിനെ നിരാകരിച്ചു എന്നർത്ഥം. ഏത് കർമ്മവും ചെയ്യാൻ 3 അംഗങ്ങൾ വേണം. 1 കർത്താവ്, 2 കാലം, 3 ദേശം. കർത്താവാരാണ്? കർമ്മം ചെയ്യുന്നവനാണ്. ഞാനിതാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയാണ് കർമ്മം ചെയ്യുന്നത്? ഈ ദേശത്തിലാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. എപ്പോഴാണ്? ഈ കാലത്തിലാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. കുറച്ചു മുമ്പേ ഇല്ല, കുറച്ചു കഴിഞ്ഞാലില്ല. ഈ ദേശത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ദേശത്തിലില്ല എന്ന് പറയുന്നതായിട്ട് സമയത്ത് എല്ലാ കർമ്മത്തിനും 3 അംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കർത്താവ്, കാലം, ദേശം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ കർമ്മം അസാധ്യം എന്നർത്ഥം. പക്ഷേ ഹിരണ്യകശിപു വിട്ടില്ല. ഇവിടെ കർത്താവിനെ നിരാകരിച്ചു. കാരണം അങ്ങ് സൃഷ്ടിച്ച ഭൂതങ്ങളിൽ നിന്നും പാടില്ല, മറ്റു ഭൂതങ്ങളിൽ നിന്നും പാടില്ല, മനുഷ്യരിൽ നിന്ന് പാടില്ല, മൃഗങ്ങളിൽ നിന്ന് പാടില്ല, സുരന്മാരിൽ നിന്ന് പാടില്ല, അസുരന്മാരിൽ നിന്ന് പ്രാണനുള്ളവയിൽ പറ്റില്ല, പ്രാണനില്ലാത്തവൻ, ഇങ്ങനെ പറഞ്ഞതായിട്ട് സമയത്ത് കർത്താവിനെ പരിപൂർണമായിട്ട് നിരാകരിച്ചു. വീണ്ടും വിട്ടില്ല, കാലദേശങ്ങളെയും നിരാകരിച്ചു.
പറഞ്ഞു, മമ മൃത്യുഹു മാ അഭൂത് ദിവാ വാ നക്തം. പകലും ഞാൻ മരിക്കാൻ പാടില്ല, രാത്രിയിലും ഞാൻ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് കാലത്തെ നിരാകരിച്ചു, ദേശത്തെ നിരാകരിച്ചു. വീണ്ടും 2 വരങ്ങളെ കൊണ്ട് അന്തഹാവാ ബഹി ഭൂമൗവാ അംബരേ. അകത്തും ഞാൻ മരിക്കാൻ പാടില്ല, പുറത്തും ഞാൻ മരിക്കാൻ പാടില്ല, ഭൂമിയിലും ഞാൻ മരിക്കാൻ പാടില്ല, ആകാശത്തും ഞാൻ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഹിരണ്യകശിപു വളരെ വളരെ സമർത്ഥമായിട്ട് വരം നേടി. എന്താണ് വരം? കർമ്മം ഒരിക്കലും, ഈ വധം എന്നുള്ളതായിട്ടുള്ള കർമ്മം ഒരിക്കലും നടക്കില്ല. കാരണം വധം നടക്കണം എന്നുണ്ടെങ്കിൽ കർത്താവ് വേണം, കാലം വേണം, ദേശം വേണം. ഇവിടെ കർത്താവിനെയും കാലത്തെയും ദേശത്തെയും ഹിരണ്യകശിപു നിരാകരിച്ചു എന്ന് പറയാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ പെടാത്തതായിരിക്കുന്ന മനുഷ്യനും മൃഗവും അല്ലാത്തതായിട്ടുള്ള രൂപമെടുത്തു വന്നു ഭഗവാൻ. പകലുമല്ല കൊന്നത്, രാത്രിയിലുമല്ല കൊന്നത്, സന്ധ്യാവേളയിലാണ്. ഭൂമിയിലുമല്ല കൊന്നത്, ആകാശത്തുമല്ല കൊന്നത്, അകത്തുമല്ല കൊന്നത്, പുറത്തുമല്ല കൊന്നത്. എവിടെ? തന്റെ മടിയിലിട്ടിട്ട്, നരസിംഹത്തിന്റെ മടിയിൽ. ആയുധം കൊണ്ടല്ല കൊന്നത്, നഖം കൊണ്ടാണ് കൊന്നത്. നഖം എന്നുള്ളത് ജീവനുള്ളതുമല്ല, ജീവനില്ലാത്തതുമല്ല. നഖം വളർന്നുകൊണ്ടിരിക്കണു, അപ്പൊ ജീവനുണ്ട് എന്ന് പറയാം. പക്ഷെ നഖം നിങ്ങൾ മുറിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവനില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ നഖം എന്താണ്? ജീവനുള്ളതുമല്ല, ജീവനില്ലാത്തതുമല്ല. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ അവസാനത്തെ നാമം സർവപ്രഹരണായുധ. എന്തും ഭഗവാന് ആയുധമാണ്. തന്റെ നഖത്തെ അവിടെ ആയുധമാക്കി. അപ്പൊ ഇവിടെ ഹിരണ്യകശിപു നേടിയിരിക്കുന്നതായിട്ടുള്ള വരം നോക്കൂ. വാസ്തവത്തിൽ എന്താണത്? ഹിരണ്യകശിപു എന്ന സാധകന്റെ ബ്രഹ്മസങ്കല്പമാണ്. ഹിരണ്യകശിപു വാസ്തവത്തിൽ സാധകനാണ്. ആ സാധകന്റെ ബ്രഹ്മസങ്കല്പമാണ് ഇവിടെ ഈ വരങ്ങളിൽ കൂടിയിട്ട് നമ്മൾ കാണുന്നത്. അവൻ ആദ്യമായിട്ട് തപസ് ചെയ്തു, ശരീരമന ഇന്ദ്രിയങ്ങളെ എല്ലാം തന്നെ നിയന്ത്രിച്ചു, ലൗകിക സുഖം നിരന്തരമല്ല എന്ന് മനസ്സിലാക്കി. അതാണ് നഖം എന്ന് പറഞ്ഞത്. നഖം എന്നുള്ളതിന് നിരുക്തം പറയും, ന വിദ്യതേ ഖം സുഖം അസ്മാത് ഇതി നഖഃ. ന വിദ്യതേ ഖം സുഖം, ഇതുകൊണ്ട് സുഖം, അസ്മാത് ഇതിൽ നിന്നും ഒരിക്കലും സുഖം കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് നഖ എന്ന് പേര് വന്നത്. എന്താ അർത്ഥം? ലൗകികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും ഒരിക്കലും തന്നെ എനിക്ക് സുഖം കിട്ടില്ല, ആത്യന്തികമായിട്ടുള്ള സുഖം കിട്ടില്ല, ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ തപസ് ചെയ്തത്. അതുകൊണ്ടാണ് ഭഗവാൻ അവനെ നഖം കൊണ്ട് തന്നെ കൊന്നത് എന്ന് പറയാം. ഭൗതിക വിഷയങ്ങളിൽ നിന്നും ആത്യന്തിക സുഖം ലഭിക്കില്ല എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള തപസ്. പിന്നീട് അവൻ ധ്യാനിക്കണു ഭഗവാനെ. ഭഗവാനെ ധ്യാനിക്കണു, സങ്കല്പിക്കണു എന്ന് പറഞ്ഞതായിട്ട് മേട്ട് എങ്ങനെയാണ് ആ ഭഗവാനെ കുറിച്ച് സങ്കല്പിക്കുന്നത്? അവൻ ശാസ്ത്രം അറിയുന്നവനാണ്. അതുകൊണ്ട് അവൻ ചിന്തിച്ചു, ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ചവനാണ് ആര്? ഈ പരമാത്മാ. ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ചവനായതുകൊണ്ട് ഒരിക്കലും തന്നെ ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ പെടില്ലല്ലോ. ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ പെടില്ല എന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനുമാവില്ല, മൃഗവുമാവില്ല, സുരനുമാവില്ല, അസുരനുമാവില്ല, സർപ്പവുമാവില്ല. മാത്രമല്ല ആ പരമാത്മ സ്വരൂപം എങ്ങനെ? കാലാതീതം ആണ് എന്ന് പറയാം. ഇതെല്ലാം ഹിരണ്യകശിപു ശാസ്ത്രങ്ങളിൽ കൂടിയിട്ട് പഠിച്ചിരിക്കണു, അറിഞ്ഞിരിക്കണു. അവൻ സാധകനാണ്, അവൻ ഭഗവാന്റെ ഭക്തനുമാണ് എന്ന് പറയാം. വൈകുണ്ഠത്തിലെ കാവൽക്കാരനായിരുന്നുവല്ലോ. വൈകുണ്ഠത്തിലെ കാവൽക്കാരനാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ഉത്തമ ഭക്തനായിരിക്കണം. ഇപ്രകാരം ഉത്തമ ഭക്തനായിരിക്കുന്നതായിട്ടുള്ള ആ ഹിരണ്യകശിപു എന്റെ ഇങ്ങനെയൊരു രൂപമെടുത്ത് അസുരനായിട്ട് വരാനുള്ളതായിട്ടുള്ള കാരണം അത് ശാപം. എന്താ ശാപത്തിന് കാരണമായിരിക്കുന്നത്? നിഷേധമാണല്ലോ. സനകാദികൾ വന്നതായിട്ട് സമയത്ത് ഭഗവാനെ കാണുന്നതിൽ നിന്നും നിഷേധിച്ചു. ആ നിഷേധമാണ് നേരത്തെ പറഞ്ഞത്. അഹം എന്നുള്ള ഭാവം വരുന്നതായിട്ട് സമയത്ത് നമ്മൾ ഭഗവാനെ നിഷേധിക്കണു. ഞാൻ എന്നുള്ള ഭാവം വന്നു, നിഷേധഭാവം വന്നു. ആ നിഷേധം അവനിതാ ഇപ്പോഴും തുടർച്ചയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണു ഇവിടെ എന്ന് കാണുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അവന്റെ സങ്കല്പത്തിനനുസരിച്ചിട്ട് രൂപമെടുക്കേണ്ടി വന്നു ഭഗവാന്. ഭഗവാനെ ധ്യാനിക്കുന്നത് ഈ രൂപത്തിലാണ്. ഭഗവാൻ ഈ രൂപത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ അതേ രൂപത്തിൽ വേണമല്ലോ ഭഗവാൻ വരാൻ വേണ്ടിയിട്ട്. കാരണം ഭഗവാൻ പറയണു, യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ഉണ്ടോ? ഏത് രൂപത്തിലാണോ നീ എന്നെ ധ്യാനിക്കുന്നത് അതേ രൂപത്തിൽ ഞാൻ നിന്റെ മുന്നിൽ വരുന്നു, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കണു. അപ്പൊ അവൻ ഉദ്ദേശിച്ച മാതിരി തന്നെ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഭഗവാന് വരാം. ഇവിടെ ആ ഭഗവാൻ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ വന്നു. പരമാത്മാവ് തന്റെ മായയെ സ്വീകരിച്ച് ഭക്തന്റെ മുന്നിൽ അവന്റെ സങ്കല്പത്തിനനുസരിച്ച് പ്രത്യക്ഷപ്പെടുത്തി. അവനെ എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ മടിയിൽ കിടത്തി.
ഗുരുവിന്റെ മടിയിൽ എന്ന് വെച്ചാൽ എന്താർത്ഥം? അവൻ കാലത്തെ കടന്നു എന്നാണ്, ജനന മരണങ്ങളെ കടന്നു എന്നർത്ഥം. പിന്നെ എന്താണ്? അവൻ പരമാനന്ദം അനുഭവിച്ചു. ഗുരുവിൻ്റെതായിട്ടുള്ള ആ സ്പർശം കൊണ്ട് അവൻ പരമാനന്ദത്തെ അനുഭവിച്ചു. പ്രഹ്ലാദൻ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിനെ എല്ലായിടത്തും കാണുന്നവനാണ്. ആ പ്രഹ്ലാദനാടാണ് ഹിരണ്യകശിപു ചോദിച്ചത്, യസ്ത്വയാ മന്ദഭാഗ്യോക്തഃ മദന്യോ ജഗദീശ്വരഃ ക്വാസൗ യദി സർവത്ര കസ്മാത് സ്തംഭേന ദൃശ്യതേ. എന്തോ ഭാഗ്യഹീന എന്നാണ് അവന് വിളിച്ചത്, കുട്ടിയെ വിളിച്ചത്. മദന്യഃ യഃ ജഗദീശ്വരഃ, എന്നിൽ നിന്ന് മന്യമായിട്ട് ഏതൊരു ജഗദീശ്വരനാണ് നീ പറയുന്നത്? അസൗ കഹ, എവിടെയാണവൻ? സർവത്ര യതി, എല്ലായിടത്തും ഉണ്ട് എന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സ്തംഭത്തിൽ കാണുന്നില്ല? അത് ചോദിച്ചതായിട്ട് സമയത്ത് പ്രഹ്ലാദൻ സ്തംഭത്തെ സൂക്ഷിച്ചു നോക്കി എന്ന് പറയാം. സൂക്ഷിച്ചു നോക്കിയതായിട്ട് സമയത്ത് അവിടെ ഭഗവാനെ കണ്ടു അവൻ. എന്നിട്ട് പറയണു സ്തംഭേ സഹാ ദൃശ്യതേ, സ്തംഭത്തിൽ ഇതാ കാണുന്നുണ്ടല്ലോ ഭഗവാനെ. അതാണ് പ്രഹ്ലാദന്റെ സർവാത്മഭാവം. ഇതാണ് വാസ്തവത്തിൽ ജ്ഞാനം. അതാണ് നേരത്തെ പറഞ്ഞത് എല്ലാവരും നേടേണ്ടിയിരിക്കുന്നത്. അതാണ് ആ സർവാത്മഭാവം. ഭൂതേഷു യേഷു ത്വദൈക്യസ്മൃതി എന്ന് പറയും. മാത്രമല്ല ഭാഗവതം ഏകാദശ സ്കന്ധം വരുന്നതായിട്ട് സമയത്ത് പറയും, സർവഭൂതേഷു യപ്പശ്യേത് ഭഗവദ്ഭാവമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മനി ഏഷ ഭാഗവത ഉത്തമഃ. ഇവനാണ് ഭാഗവത ഉത്തമൻ. ആരാണോ ഈ കാണുന്ന സൃഷ്ടിയിൽ മുഴുവൻ തന്നെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കാണുന്നത്, ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ തന്നെ ഭഗവാനിലും കാണുന്നത്. ഭഗവത്ഗീതയില് വീണ്ടും ഭഗവാൻ അവിടെ പറഞ്ഞിരുന്നു, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ. എല്ലായിടത്തും അവൻ സമമായിട്ട് കാണുന്നു. കാരണം ഈ കാണുന്ന സൃഷ്ടിയെ മുഴുവൻ തന്നെ അവൻ ഭഗവാനിലും ഈ സൃഷ്ടിയുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെയും കാണുന്നു. ഭഗവാൻ ഒന്നുകൂടി തെളിച്ച് പറഞ്ഞു 6-ാം അധ്യായത്തില്, എന്ത്? യോമാം പശ്യതി സർവത്ര, ആരാണോ സർവത്ര എല്ലായിടത്തും എന്നെ കാണുന്നത്, സർവം ച മയി പശ്യതി, എല്ലാറ്റിനെയും എന്നിലും കാണുന്നത്, തസ്യാഹം ന പ്രണശ്യാമി, ഒരിക്കലും തന്നെ അവനെ ഞാൻ വിട്ടുപോകുന്നില്ല, എപ്പോഴും ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. ഞാനും അവനും വേറെ വേറെയല്ല, ഞാൻ തന്നെയാണ് അവൻ, അവൻ തന്നെയാണ് ഞാൻ. അതാണ് മഹാത്മാക്കളുടേതായിട്ടുള്ള ഭാവം. അതാണ് ഇവിടെ പ്രഹ്ലാദൻ അത് കണ്ടു, സർവാത്മഭാവം. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ സ്തൂണിനെ സൂക്ഷിച്ചു നോക്കിയതായിട്ട് സമയത്ത് അവന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. കാരണം പ്രഹ്ലാദൻ ആരാണ്? ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാരദനിൽ നിന്ന് ജ്ഞാനം നേടിയിട്ടുള്ളവനാണ്. എത്രയോ ജന്മങ്ങളിൽ കൂടെയിട്ട് സാധനാഭ്യാസം ചെയ്തിട്ട് അന്ധക്കരണ ശുദ്ധി നേടിയിട്ടുള്ളവനാണ്. അവനെ കുറിച്ചിട്ട് ഭാഗവതം 7-ാമത്തെ സ്കന്ധത്തില് 4-ാമത്തെ അധ്യായം 32 മുതൽ 34 വരെയുള്ളതായിട്ടുള്ള 3 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് പറഞ്ഞിരുന്നു. ബ്രഹ്മണ്യ ശീലസമ്പന്നഃ സത്യസന്ധോ ജിതേന്ദ്രിയഃ ആത്മവത് സർവഭൂതാനാം ഏകപ്രിയ സുഹൃത്തമഃ ദാസവത് സന്നദര്യാംഗ്രി പിതൃവദ്ദീനവത്സലഃ ഭ്രാതൃവത് സദിശേ സ്നിഗ്ധോ ഗുരുഷു ഈശ്വരഭാവനഃ വിദ്യാർത്ഥരൂപജന്മാഢ്യോ മാനസ്തംഭ വിവർജിതഃ നോദ്വിഗ്നജിത്തോ വ്യസനേഷു നിസ്പൃഹഃ ഭൂതേഷു ദൃഷ്ടേഷു ഗുണേഷു അവസ്തുധൃക് ദാന്ദേന്ദ്രിയ പ്രാണ ശരീരധീ സദാ പ്രശാന്തകാമോ രഹിതാസുരോസുരഃ. 17 ഗുണങ്ങളാണ് ഇവിടെ പ്രഹ്ലാദന് വേണ്ടിയിട്ട് പറയണത്. 1-ാമത്തെ ഗുണം എന്താണ്? ബ്രഹ്മണ്യ, ബ്രാഹ്മണ ഭക്തനാണ് അവൻ. 2-ാമത് ശീലസമ്പന്ന, സത്സ്വഭാവമുള്ളവനാണ്. സത്യസന്ധ, സത്യം ഒരു കാലത്തും വിടാത്തവനാണ്. ജിതേന്ദ്രിയ, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം തന്നെ കീഴടക്കിയിട്ടുള്ളവനാണ്. പരമാത്മാ എന്ന പോലെ സകല പ്രാണികളുടെയും ഏകനായിരിക്കുന്ന പ്രിയനും സുഹൃത്തുമാണ്. 6-ാമത്തെ വിശേഷണം പറഞ്ഞു, ദാസവത് സന്യദാര്യാംഗ്രി, മഹാത്മാക്കളെ കാണുന്നതായിട്ട് സമയത്ത് അവരുടെ പാദങ്ങളിൽ ദാസനെ പോലെ നമസ്കരിക്കുന്നു, ദാസനെ പോലെ അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ദുഃഖിതരെ കാണുന്നതായിട്ട് സമയത്ത് അവരുടെ മാതാപിതാക്കൾ എന്ന പോലെ അവരെ സ്നേഹിക്കുന്നു. തന്നെ പോലെ തനിക്ക് തുല്യമായിരിക്കുന്ന സദൃശ അവരെ എന്ത് ചെയ്യുന്നു? സഹോദരനെ പോലെ കാണുന്നു. അതാണ് ഭ്രാതൃവത് സദൃശ സ്നിഗ്ധ, അവരോട് സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുന്നു. ഗുരുഷു ഈശ്വരഭാവന, ഗുരുവിൽ എപ്പോഴും ഈശ്വരനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണോ. പിന്നീട് പറഞ്ഞു 10-ാമത്തെ വിശേഷണം, വിദ്യ അർത്ഥ രൂപ ജന്മ ആഢ്യ, ഇതിലൊക്കെ തന്നെ അവൻ ആഢ്യനായിരിക്കുന്നു, ശ്രേഷ്ഠനായിരിക്കുന്നത്. വിദ്യയില്, അതേമാതിരി അർത്ഥത്തില്, അവന്റെ ആകാരത്തില്, അവന്റെ ജന്മത്തിലൊക്കെ തന്നെ ശ്രേഷ്ഠനായിരിക്കണോ.
നിസ്പൃഹ, ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള സ്പൃഹയുമില്ലാതിരിക്കണോ. ഭൂതേഷു ദൃഷ്ടേഷു ഗുണേഷു അവസ്ഥദൃക്ക്, ഈ കാണുന്നതായിട്ടുള്ള ഈ ഭൂതങ്ങളിലൊക്കെ തന്നെ, വിഷയങ്ങളിലൊക്കെ തന്നെ അത് പരമാർത്ഥമല്ല എന്നുള്ളതായിട്ടുള്ള ബോധത്തോട് കൂടിയിരിക്കണു. അതാണ് അവസ്തുദൃക്ക് എന്ന് പറഞ്ഞത്. ദാന്ത ഇന്ദ്രിയ പ്രാണ ശരീര ധി സദാ, എപ്പോഴും തന്നെ അവൻ എന്ത് ചെയ്തിരിക്കണോ? ഇന്ദ്രിയങ്ങളെ അടക്കിയിരിക്കണോ, പ്രാണനെ നിയന്ത്രിച്ചിരിക്കണോ, ശരീരത്തെ നിയന്ത്രിച്ചിരിക്കണോ, ബുദ്ധിയെ വേണ്ട രീതിയിൽ നയിച്ചിരിക്കണോ. മാത്രമല്ല പ്രശാന്ത കാമഹ, എല്ലാ ആഗ്രഹങ്ങളും അവനിൽ നിന്ന് വിട്ടുപോയിരിക്കണോ. രഹിതാസുരോസുരഹ, അവൻ അസുരനാണ് ജന്മം കൊണ്ടെങ്കിലും കൂടിയിട്ട് ആസുരഭാവം ലവലേശം പോലും ഇല്ലാത്തവനാണ് അവൻ. ഇങ്ങനെ 17 ഗുണങ്ങളുള്ളവനാണ് പ്രഹ്ലാദൻ. ഇപ്രകാരം സദ്ഗുണ സമ്പന്നനായിരിക്കുന്ന പ്രഹ്ലാദനെയാണ് ഗുരുകുലത്തിലേക്ക് അയച്ചത്. ഗുരുകുലത്തില് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരു ശുക്രാചാര്യരുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പുത്രന്മാര് 2 പേര്, ഷണ്ടാമർക്കന്മാര് എന്ന അവരുടേതായിട്ടുള്ള പേര്. ഷണ്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ദുഃഖത്തെ ഉണ്ടാക്കുന്നവൻ എന്നാണ്. അമർക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ അവര് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുഃഖം ഉണ്ടാവും, ബന്ധനത്തിൽ പെടുകയും ചെയ്യും എന്നർത്ഥം. അവര് പഠിപ്പിച്ചത് എന്താണ്? അസുരവിദ്യയാണ് പഠിപ്പിച്ചത്. അസുരവിദ്യ എന്ന് വെച്ചാൽ അർത്ഥകാമങ്ങളിൽ അധിഷ്ഠിതമാണ്. 4 പുരുഷാർത്ഥങ്ങൾ പറയും: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളത്. അതിൽ ധർമ്മത്തെയും വിട്ടു മോക്ഷത്തെയും വിട്ടു എന്ന് വെച്ചാൽ എന്താ? വാലും ഇല്ല, തലയും ഇല്ല. വാലും തലയും ഇല്ലാത്തതായിട്ടുള്ള വിദ്യയാണ് അവന് പറഞ്ഞു കൊടുത്തത്. അതാണ് അസുരവിദ്യ. പ്രഹ്ലാദൻ പക്ഷെ അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടു എന്നാണ്. ശ്രദ്ധിച്ചു കേട്ടുവെങ്കിലും കൂടിയിട്ട് അവൻ ഇതൊക്കെ തന്നെ എന്താണ് നല്ലത് എന്ന് കരുതിയതേയില്ല എന്ന് പറയാം. ഒരു ദിവസം ഹിരണ്യകശിപു ഗുരുകുലത്തിലേക്ക് വന്നു. പുത്രനെ മടിയിലിരുത്തി ചോദിച്ചു: വത്സ യത് ഭവാൻ സാധു മന്യതേ തത്കഥ്യതാം, എന്താണ് നീ പഠിച്ചതിൽ വെച്ചിട്ട് ശ്രേഷ്ഠമായിട്ട് കരുതുന്നത്, നല്ലത് എന്ന് കരുതുന്നത്? അതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് പ്രഹ്ലാദൻ പറയണു. അത് 5-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം: തത് സാധുമന്യേ സുരവര്യദേഹിനാം സദാ സമുഘ്നതിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മബാധം ഗൃഹമന്ധകൂപം വനം ഗതോ യത് ഹരിമ ആശ്രയേത. അസുരശ്രേഷ്ഠ എന്ന് വിളിച്ചു. അസുരവര്യ, അല്ലയോ അസുരശ്രേഷ്ഠ, അസത്തായിരിക്കുന്നതായിട്ടുള്ള ഈ ദേഹത്തെ ഗ്രഹിക്കുക ഹേതുവായിട്ട്, ഈ ദേഹം അസത്ത. അസത്ത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാളെ ഉണ്ടാവുകയില്ല, ഇന്ന് ഉണ്ട് എന്നുള്ളത് വെറും തോന്നല് മാത്രമാണ്. അപ്പൊ ഇപ്രകാരം അസത്തായിരിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തെ ഗ്രഹിക്കുന്നതോടുകൂടിയിട്ട് എപ്പോഴും എന്തുണ്ട്? നമുക്ക് ഭയം ഉണ്ടാവുന്നു. സദാ സമുഘ്നതിയാം അസദ്ഗ്രഹാത് എന്നാണ് പറഞ്ഞത്. അതോടുകൂടിയിട്ട് എന്തുണ്ട്? ശരിക്ക് ആത്മപാദം തന്നെ എന്താണ് വീഴ്ത്തിയിടുന്നത് പോലെയാണ്, ആത്മാവിന്റെ പതനത്തിന് കാരണമായിരിക്കുന്നു. എന്ത്? ഗൃഹം അന്ധകൂപം, ഗൃഹം പാഴടഞ്ഞ കിണറ് പോലെ ഇരിക്കുന്നതായിട്ടുള്ള ഗൃഹം ഉണ്ടോ? അപ്പൊ ഗൃഹസ്ഥന്മാര് എന്ത് കരുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൃഹസ്ഥന്മാര് ആ ഗൃഹത്തിലുള്ളതായിട്ട് സുഖം അനുഭവിക്കുന്നതായിട്ട് സമയത്തും ഒരു നിയന്ത്രണത്തോട് കൂടിയിട്ട് വേണം. ഈ കാണുന്നതെല്ലാം തന്നെ സൃഷ്ടി, മനോഹരമായിട്ടുള്ള സൃഷ്ടി എന്തിനെന്ന് വെച്ചാൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലാന്നുണ്ടെങ്കിൽ സൃഷ്ടിയുടെ ആവശ്യമേ ഇല്ല. അപ്പൊ എന്ത് വേണം? ഇത് അനുഭവിക്കണം. പക്ഷെ അനുഭവിക്കുമ്പോൾ എങ്ങനെ അനുഭവിക്കണം? ഒരു നിയന്ത്രണത്തോട് കൂടിയിട്ട് അനുഭവിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിയന്ത്രണം ഇല്ല. ജനിക്കുമ്പോൾ നമ്മൾ ഗൃഹസ്ഥന്മാരാണ്, ജീവിക്കുന്നത് ഗൃഹസ്ഥന്മാരാണ്, മരിക്കുന്നത് നമ്മൾ ഗൃഹസ്ഥന്മാരാണ്. അതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് നീങ്ങുന്നത് എന്ന് പറയാം. അത് പാടില്ല. അതിനൊരു നിയന്ത്രണം ഉണ്ടാവട്ടെ. അങ്ങനെ ഇല്ലാത്തതായിട്ടുള്ള ഗൃഹത്തെക്കുറിച്ചാണ് അന്ധകൂപം എന്ന് പറഞ്ഞത്. പാഴടഞ്ഞ കിണറ്. അവിടെ പെട്ടുകഴിഞ്ഞാൽ എന്തുണ്ട്? യാതൊരു രക്ഷയില്ല എന്ന് പറയാം. ആത്മാവിന്റെ പതനത്തിന് കാരണമായിരിക്കുന്ന പാഴടഞ്ഞ കിണറത്തിന് സദൃശമായിരിക്കുന്ന ഗൃഹത്തെ ഉപേക്ഷിക്കു ഹിത്വ, അതിനെ ഉപേക്ഷിച്ചിട്ട് വനം ഗത, കാട്ടിലേക്ക് പോയിട്ട് ഹരിയെ ആശ്രയിക്കൂ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. കാരണം പിതാവ് അങ്ങനെയുള്ള ആളാണല്ലോ, വിഷയസുഖങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവനാണല്ലോ. ആ വിഷയസുഖങ്ങളിൽ രമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് ഇവയൊക്കെ ഉപേക്ഷിച്ചിട്ട്, കാരണം അത് ആത്മപതനത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോയിട്ട് ആ ഹരിയെ ആശ്രയിക്കൂ എന്നുള്ളത് പറഞ്ഞു. ഹിരണ്യകശിപു വിചാരിക്കുകയാണ്, ഇവൻ കുട്ടിയല്ലേ, ആയതുകൊണ്ട് എന്തുണ്ട്, ഇവന്റെ ബുദ്ധിയെ ആരോ കേടുവരുത്തിയിരിക്കണു. ആരാ കേടുവരുത്താനുള്ള? ദേവന്മാരാണ്. അവർ അസുരന്മാരുടെ വേഷം ധരിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയത്. അതുകൊണ്ട് ഗുരുപുത്രന്മാരോട് ഒന്നുകൂടി ഇവനെ സൂക്ഷിച്ചു കൊള്ളാൻ വേണ്ടിയിട്ട് പറഞ്ഞു.
വീണ്ടും കുറേ ദിവസം ഗുരുപുത്രന്മാര് സാമദാന ഭേദ ദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവനെ പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെ കുറെ കഴിഞ്ഞതായിട്ട് സമയത്ത് ഒരു ദിവസം ഇവനെ മാതൃഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ അവനെ വേണ്ടതായിട്ടുള്ള വേഷഭൂഷകളെല്ലാം തന്നെ അണിയിച്ചു, സ്നാനം ചെയ്യിച്ചു, വേഷഭൂഷകളൊക്കെ അണിയിച്ചു. എന്നിട്ട് ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹിരണ്യകശിപു അവനെ മടിയിലിരുത്തി സന്തോഷം കൊണ്ട് കണ്ണുനീർ നിറഞ്ഞവനായിട്ട്, സന്തോഷാശ്രുക്കൾ നിറഞ്ഞവനായിട്ട് അവനോട് ചോദിച്ചു, പ്രഹ്ലാദ, ഇത്രയും കാലം നീ പഠിച്ചതിൽ ശ്രേഷ്ഠമേതാണ്? ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. പ്രഹ്ലാദ, അനുച്യതാം താതസ്വധീതം കിഞ്ചിതുത്തമം കാലേന ഏതാവതായുഷ്മൻ യദശിക്ഷത് ഗുരോർഭവാൻ. ഗുരുക്കളിൽ നിന്ന് നീ എത്രയോ നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ കിഞ്ചിത് കുറേശ്ശെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയാം. മനോഹരമായിട്ട് അവൻ പറഞ്ഞു കൊടുക്കണം. അവിടെ എല്ലാവരും അറിയുന്നതായിട്ട് ശ്ലോകം, അത് ഭാഗവതത്തില് 7-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായത്തില് 23-24 ശ്ലോകങ്ങള്. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണൗ ഭക്തിക്ഷേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേധീതമുത്തമം. അതിനെയാണ് ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് ശ്രേഷ്ഠമായിട്ട് ധരിക്കുന്നത്. എന്തോ തത് മന്യേ അധീതം ഉത്തമം. എന്താണത്? ഭഗവാനിൽ സമർപ്പിക്കുന്നതായിട്ടുള്ള 9 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഭക്തി. ശ്രവണമായിട്ടും കീർത്തനമായിട്ടും അതുമായി തന്നെ സ്മരണമായിട്ടും പാദസേവനമായിട്ടും അർച്ചനമായിട്ടും വന്ദനമായിട്ടും ദാസ്യമായിട്ടും സഖ്യമായിട്ടും ആത്മനിവേദനമായിട്ടും പറഞ്ഞു. ഈ 9 നവധാ ഭക്തി, നവലക്ഷണം ഭക്തിയുടേതായിട്ടുള്ള അതാണ് പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് കോപിച്ചു ഹിരണ്യകശിപു. സർവാംഗം അവന് വിറയ്ക്കാൻ തുടങ്ങി, ചുണ്ട് വിറപ്പിച്ചു. എന്നിട്ട് ഗുരുപുത്രന്മാരെ ശാസിച്ചു എന്നാണ്. ഗുരുപുത്രന്മാരതാണ് തൊഴുതു പറഞ്ഞു, നമത് പ്രണീതം നപരപ്രണീതം സുതോ വദത്യേഷവേന്ദ്രശത്രോ നൈസർഗേയം മതിരസ്യ രാജൻ നിയച്ഛമന്യും കദദാസ്മമാനഃ. നമത് പ്രണീതം നപരപ്രണീതം. ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തോ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ ഒന്നും അല്ലാട്ടോ രാജാവേ. ഏഷ സവസുതഃ, ഈ അങ്ങയുടേതായിട്ടുള്ള പുത്രൻ നൈസർഗീയം വദതി, അവന് സ്വഭാവസിദ്ധമായിരിക്കുന്നത് ജന്മസിദ്ധമായിരിക്കുന്നതാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് നിയച്ഛമന്യം, കോപത്തെ അടക്കിയാലും നകത് മാസ്മ അത, ഞങ്ങളിൽ ഒരിക്കലും എന്നെ ദോഷത്തെ ആരോപിക്കരുതേ. ഹിരണ്യകശിപുവിന് വേറെ ഒന്നും പറയാനില്ല, പറഞ്ഞു ഇവനെ അങ്ങനെ കൊന്നേക്കൂ എന്ന് പറയാണ്. അപ്പൊ ഹിരണ്യകശിപു ഈ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു. ഭട്ടതിരിപ്പാട് വളരെ മനോഹരമായിട്ട് പറഞ്ഞുതരും ഒരു ശ്ലോകം കൊണ്ട്. സശൂലൈരാവിദ്ധ സുബഹുമധിതോ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈർദഷ്ടോപ്യനശനഗരാഹാരവിദുദഃ ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ പരമാത്മന്നയി വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിമപി ന നിപീഠാം അഭജത. അവനെ ശൂലത്തിൽ തറച്ചു. മത്തുപിടിച്ചതായിട്ടുള്ള ആനകളെ കൊണ്ട് ധാരാളം ചവിട്ടിച്ചു. ഉഗ്രങ്ങളായിരിക്കുന്ന സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ചു. കുറെ കാലം അവനെ പട്ടിണിക്കിട്ടു. പിന്നീട് അവന് വിഷം കൊടുത്തു. മലയിൽ നിന്നും അവനെ താഴോട്ടെറിഞ്ഞു. ഉണ്ടോ? ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തൊരാശ്ചര്യം. ഭട്ടതിരിപ്പാട് ചോദിക്കുകയാണ്, പരമാത്മന്ന് അയ്യ വിഭോ, അല്ലയോ പരമാത്മ സ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ, ത്വയി ന്യസ്ത ആത്മത്വാത്, അവനെ പരിപൂർണമായിട്ട് അങ്ങയിൽ സമർപ്പിച്ചിരിക്കണോ. അങ്ങനെ സമർപ്പിച്ചതായിട്ടുള്ള അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വിധത്തിലുള്ള ക്ലേശങ്ങളും അവൻ അനുഭവിച്ചതേയില്ല. എപ്പോഴും അവന് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്ത. അതോടുകൂടിയിട്ട് ശാരീരികമായിട്ട് ക്ലേശങ്ങൾ അവനെ ബാധിച്ചതേയില്ല. അപ്പൊ ഇപ്രകാരം അവനെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഷണ്ടാമർക്കന്മാര് ശുക്രാചാര്യർ വരുന്നത് വരെ വീണ്ടും ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോയി പ്രഹ്ലാദനെ പാശം കൊണ്ട് ബന്ധിച്ചിടുവാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചു. ബന്ധനത്തിലിരുന്നായിട്ടുള്ള അവന് വീണ്ടും ഇതേമാതിരി ത്രിവർഗോപദേശം നടത്തി എന്നാണ്. അതെല്ലാം അവൻ ശ്രദ്ധയോടെ കേട്ടു, വിനയത്തോടെ കേട്ടു, അനുസരണയോടെ കേട്ടു. പക്ഷേ തത് സാധു നമേനേ, അത് നല്ലത് എന്നവൻ ഒരിക്കലും വിചാരിച്ചില്ല. ആചാര്യന്മാര് മറ്റ് ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് സമയത്ത് പ്രഹ്ലാദൻ എന്ത് ചെയ്യും? കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതൊക്കെ കേട്ടതായിട്ട് സമയത്ത് കൂട്ടുകാർ ചോദിച്ചു, നീ എവിടുന്നാ പ്രഹ്ലാദ ഇതൊക്കെ പഠിച്ചത്?
അപ്പോഴാണ് അവൻ പറഞ്ഞത്, പൂർവകഥ പറഞ്ഞു കൊടുത്തു. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ നാരദ മഹർഷി ഉപദേശിച്ചു തന്നതാണ്. അപ്പോ ആ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ നാരദ മഹർഷി ഉപദേശിച്ചു തന്നതായിരിക്കുന്ന ആത്മതത്വത്തെ അവൻ ഉപദേശിച്ചു കൊടുത്തു. 3 കാര്യങ്ങൾ പ്രത്യേകം അവിടെ ഉപദേശിച്ചു അവൻ. 1 ആത്മതത്വം, 2 ആ ആത്മാവിനെ നേടാനുള്ളതായിട്ടുള്ള മാർഗം, 3 ആ മാർഗത്തിൻ്റെതായിട്ടുള്ള എളുപ്പം. ഇത് 3 കാര്യങ്ങൾ പ്രത്യേകം അവൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. ആത്മാവിന്റെ 12 ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. 7-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം, ആത്മാനിത്യോവ്യയ ശുദ്ധ ഏകക്ഷേത്രജ്ഞ ആശ്രയ അവിക്രിയ സ്വദുഖേതു വ്യാപകോ സംജ്ഞനാവൃത. ആത്മാവെന്നാണ് ഉത്പത്തി നാശരഹിതനാണ്, എന്നുമുള്ളവനാണ്, നിത്യൻ, അവ്യയൻ, അപക്ഷയശൂന്യനാണ്, പരിശുദ്ധനാണ്, ഏകൻ, ഒരേ ഒരുത്തനെയുള്ളൂ, ക്ഷേത്രജ്ഞ, ക്ഷേത്രത്തെ അറിയുന്നവനാണ്, ആശ്രയ, എല്ലാവർക്കും അധിഷ്ഠാനഭൂതനായിരിക്കുന്നവനാണ്, അവിക്രയ, യാതൊരു കർമ്മവുമില്ലാത്തവനാണ്, സ്വദൃഗ്, അവൻ സ്വയമേവ പ്രകാശിക്കുന്നവനാണ്, വ്യാപക, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്, അസംഗ, ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള സംഘവും ഇല്ലാത്തവനാണ്, അനാവൃത, ഒരു തരത്തിലുള്ളതായിട്ടുള്ള ആവരണവും ഇല്ലാത്തവനാണ്. ഇതാണ് ആത്മാവിന്റെ 12 ലക്ഷണങ്ങൾ. പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, ഏതൈർ ദ്വാദശബിർവിദ്വാൻ ആത്മനോ ലക്ഷണൈ പരൈഹി അഹം മമേത്യ സദ്ഭാവം ദേഹാദൗ മോഹജം ത്യജേത്. എന്തോ ആത്മനോ പരൈഹി ലക്ഷണൈഹി, എന്തോ ദ്വാദശിഭിഹി പരൈഹി ലക്ഷണൈഹി, ആത്മാവിന്റെ ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന ഈ 12 ലക്ഷണങ്ങളെ കണ്ട് അറിവുള്ളവരെന്ത് വേണം? ദേഹത്തിലുള്ളതായിട്ടുള്ള അഹം മമ എന്നുള്ളതായിട്ടുള്ള മോഹത്തെ, ആ മിഥ്യാബുദ്ധിയെ ത്യജിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് സാധിക്കുക? അതാണ് ആത്മാവിനെ നേടാനുള്ളതായിട്ടുള്ള മാർഗം. ആ ആത്മാവിനെ നേടാനുള്ളതായിട്ടുള്ള മാർഗം പിന്നീട് ഉപദേശിച്ചു കൊടുത്തു. 30 മുതൽ 32 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിൽ അത് ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തിയാണ്. ഗുരു ശുശ്രൂഷയാ ഭക്തിയാ സർവലബ്ധാർപ്പണേന ച സംഗേന സാധുഭക്താനാം ഈശ്വരാരാധനേന ച ശ്രദ്ധയാ തത്കഥാനാം ച കീർത്തനൈർഗുണകർമ്മണാം തത്പാദാംബുരുഹധ്യാനാത് തല്ലിംഗേക്ഷാർഹണാരിഭിഃ ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വരഃ ഇതി ഭൂതാനി മനസാ കാമൈസ്തൈ സാധുമാനയേത്. ആദ്യമായിട്ട് പറഞ്ഞത് ഗുരുഭൂതന്മാരെ നിഷ്കപടമായിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് സേവിക്കുകയാണ് വേണ്ടത്. അവരിൽ പരമമായിട്ടുള്ള പ്രേമം ഉണ്ടാവട്ടെ, സർവസ്വവും അവർക്കായിട്ട് സമർപ്പിക്കുകയാണ് വേണ്ടത്. ഗുരുവിനെ എങ്ങനെ ഈശ്വരഭാവത്തിൽ വേണം കാണാൻ വേണ്ടിയിട്ട്. 2ാമതായിട്ട് പറഞ്ഞു, സാധുലക്ഷണ സമ്പന്നന്മാരായിരിക്കുന്നതായിട്ടുള്ള ഭഗവത് ഭക്തന്മാര്, അവരോടുള്ളതായിട്ടുള്ള സംഘത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം. സത്സംഗം എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. പിന്നീട് പറഞ്ഞു, ഈശ്വരനെ ആരാധിക്കണം. ഈശ്വരനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? അത് ഭഗവാന്റേതായിട്ടുള്ള കഥകള് ശ്രദ്ധയോടുകൂടി കേൾക്കണം. ശ്രദ്ധയാ തത്കഥാനാം ച കീർത്തനൈ ഗുണകർമ്മണം. ഭഗവാന്റേതായിട്ടുള്ള ഗുണങ്ങള്, കർമ്മങ്ങള്, അതിനെയൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും കീർത്തിച്ചു കൊണ്ടിരിക്കുക. പിന്നെ അവതാര ചരിതങ്ങളെ കുറിച്ചിട്ട് അത് വായിക്കുക, അത് കേൾക്കുക, അത് കീർത്തിക്കുക. ഭഗവാന്റേതായിട്ടുള്ള പാദപത്മങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ഭഗവാന്റേതായിട്ടുള്ള ബിംബങ്ങളെ സന്ദർശിക്കുക, പൂജിക്കുക, വന്ദിക്കുക, നമസ്കരിക്കുക ഒക്കെ ചെയ്യുക. ഇത് മാത്രം പോരാ, എന്ത് വേണം? ഭഗവാൻ തന്നെ ഏകാദശ സ്കന്ധം വരുന്നതായിട്ട് സമയത്ത് പറയും, എന്നെ ഈ പ്രതിമകളിൽ മാത്രം കണ്ടാൽ പോരാ, ഈ കാണുന്നതായിട്ട് സർവ്വഭൂതങ്ങളിലും എന്നെ കാണണം, സർവ്വഭൂതങ്ങളിലും എന്നെ കണ്ടിട്ട് വേണം അവരെ സേവിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അവസാനം പറഞ്ഞത്, ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വരഃ ഇതി ഭൂതാനി മനസാ കാമൈസ്തൈ സാധുമാനയേത്. സകല പ്രാണികളിലും അവരുടെ എന്താണ് എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതായിട്ടുള്ള ഹരി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ഹരിക്കുന്നവൻ, അപഹരിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ എന്നർത്ഥം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള എല്ലാ ദുഃഖത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നവനാണ് ഹരി. അവനെവിടെ ഇരിക്കണോ? എല്ലാവരുടെ ഉള്ളിലും, സകല പ്രാണികളുടെ ഉള്ളിലും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആ ഈശ്വരനെ എന്ത് വേണം? ആ ഭൂതങ്ങളുടെയൊക്കെ തന്നെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിൽ കൂടിയിട്ട് ആ ഭഗവാനെ നമുക്ക് സേവിക്കാൻ, ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയാം. അതുകൊണ്ടാണ് നേരത്തെ സ്വാമിജി പോലും ഇവിടെ വന്നതായിട്ട് സമയത്ത് പറഞ്ഞു, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഒരിക്കലും തന്നെ നമ്മൾ ക്ലേശിപ്പിക്കരുത്.
ഭക്ഷണം കഴിച്ചോളൂ, പ്രാതൽ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള അതിനെ ക്ലേശിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അത് അവനവന്റെ ഉള്ളില്, മറ്റുള്ളവരുടെ ഉള്ളില് കാണുന്നതായിട്ട് സമയത്ത് എന്ത് വേണം, അവരെ ഏതെല്ലാം വിധത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം എന്ന് പറയാം. ആത്മൗപമ്യേന എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. താൻ തന്നെയാണ് ആ ഭൂതത്തിന്റെ ഭാവത്തിലിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം ദുഃഖിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഭഗവാനെ സേവിക്കുന്നത്. സ്വകർമ്മണാഥം അഭ്യർത്ഥ സിദ്ധിം ബിന്ധതി മാനവ എന്ന് 18-ാം അധ്യായം അവസാനം ഗീതയിൽ ഭഗവാൻ പറയുന്നതായിട്ട് സമയത്ത് എല്ലാ ഭൂതങ്ങളെയും ആ ഭഗവാൻ എന്നുള്ള ഭാവത്തിൽ കണ്ടിട്ട് സേവിക്കാനും ശുശ്രൂഷിക്കാനുമാണ് അവിടെ പറയുന്നത്. അപ്പൊ 2 പറഞ്ഞു കൊടുത്തു, ആത്മലക്ഷണം പറഞ്ഞു കൊടുത്തു, ആത്മാവിനെ നേടാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു. ഇനി 3-മതായിട്ട് എന്താണ്, ആ ആത്മാവിനെ നേടാനാണ് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം വിഷയങ്ങള് കാലദേശബാധിതമാണ്, ഭഗവാനാകട്ടെ കാലദേശ അതീതനാണ്. നഹ്യച്യുതം പ്രീണയതേ ബഹ്വായാസോ സുരാത്മജഃ ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവദഃ. എല്ലായിടത്തും എപ്പോഴും ഭഗവാനുണ്ട്, കാലദേശങ്ങളില്ല ഭഗവാന്. അപ്പൊ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഭഗവാനെ പ്രാപിക്കണത് എനിക്ക് സാധിക്കും. നേരെ മറിച്ചിട്ട് വിഷയവസ്തുക്കൾ അങ്ങനെയല്ല. നമ്മുടെ മുറ്റത്ത് ഒരു തെങ്ങുണ്ട് എന്ന് വിചാരിക്കാം. ആ തെങ്ങിൽ ധാരാളം കായകളും ഉണ്ട്. പക്ഷെ ആ കായ നമുക്ക് കിട്ടില്ലല്ലോ. ആ കായ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒന്നുകിൽ നമ്മൾ അതിൽ കയറണം. അതിൽ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് താഴത്ത് വീഴുന്നത് വരെ കാത്തിരിക്കണം, കാലം കൊണ്ട് കാത്തിരിക്കണം. താഴത്ത് വീണാൽ തന്നെ എവിടെ, നമ്മുടെ കയ്യിലോ മടിയിലോ അല്ല വീഴുന്നത്, അത് വീണിട്ട് ഉരുണ്ടു പോകും. അതിന്റെ പിന്നാലെ നിങ്ങൾ ഓടണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, കാലം കൊണ്ടും ദേശം കൊണ്ടുമാണ് നമുക്ക് വിഷയവസ്തുക്കളെ ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം വേണമെന്നുള്ളവരെന്ത് വേണം, അവിടെ അന്യക്ഷേത്രത്തിൽ പോകണം. അവിടെ അതല്ലാണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല ഒരിക്കലും. ഇവിടെ ഇരുന്ന് ഇപ്പൊ കിട്ടണം എന്ന് വെച്ചാൽ കിട്ടുകയേ ഇല്ല. ഇവിടെ വെച്ചിട്ട് ഇപ്പൊ കിട്ടണം എന്ന് വിചാരിച്ചാൽ ഒന്ന് കിട്ടും. അതാരാണ്? അതാണ് ഭഗവാൻ. അതാണ് കാലദേശ അതീതൻ എന്ന് പറഞ്ഞത്. അപ്പോ ആരെ നേടാനാണ് എളുപ്പം? ആലോചിച്ച് നോക്കൂ. ഭഗവാനെ നേടാനാണോ വിഷയവസ്തുക്കളെ നേടാനാണോ? ഭഗവാനെ നേടാനാണ്. കാരണം ഭഗവാൻ ഇതാ ഇവിടെയുണ്ട്, ഇപ്പൊ ഉണ്ട്, എപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കിട്ടും. വിഷയവസ്തുക്കൾ അങ്ങനെയല്ല, കാലം കൊണ്ടും ദേശം കൊണ്ടും. അപ്പൊ ഏതാ എളുപ്പം എന്ന് ചോദിച്ചു. അസുരക്കുട്ടികളൊക്കെ പറഞ്ഞു, അല്ലയോ പ്രഹ്ലാദ, നീ പറയണത് ശരിയാണ് കേട്ടോ, ഏറ്റവും എളുപ്പം ഭഗവാനെ പ്രാപിക്കല് തന്നെയാണ്. ഭഗവാനെ നേടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് എന്താണ്, കൗമാരപ്രായത്തിൽ തന്നെ എല്ലാവരും പ്രയത്നിക്കേണ്ടതാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അസുരക്കുട്ടികളൊക്കെ തന്നെ പ്രഹ്ലാദൻ്റെതായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് അവര് അതിനെ സ്വീകരിച്ചു. അപ്പോഴാണ് ഷണ്ടാമർക്കന്മാര് ഇതറിഞ്ഞു. അവരുടൻ തന്നെ ഹിരണ്യകശിപുവിന്റെ അടുത്ത് ചെന്നു കാര്യം പറഞ്ഞു എന്നാണ്. ഹിരണ്യകശിപു കോപാവിഷ്ഠനായിട്ട് പുത്രനെ സംഹരിക്കാൻ നേരിട്ട് തന്നെ വന്നു. എന്നിട്ട് അവനോട് നേരിട്ട് ചോദിക്കുന്നു. 8-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം. ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദക അധമ സ്തബ്ധം മച്ഛാസനോദ്ധൂതം നിഷേത്വാദ് യമക്ഷയം. ദുസ്വഭാവിയായിരിക്കുന്നവനെ, മന്ദബുദ്ധിയായിരിക്കുന്നവനെ, കുലത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവനെ, അധമ ഗർവിഷ്ഠ, എന്റെ കൽപ്പനയെ നിരസിച്ച് നടക്കുന്നതായിട്ടുള്ള നിന്നെ ഇപ്പൊ തന്നെ ഞാൻ യമലോകത്തേക്ക് അയക്കുന്നുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചു, മേ ശാസനം കിം ബലഹ അഭീതവത് അത്യക. എന്റെ ശാസനയെ ഏതൊരു ബലം കൊണ്ടാണ് നീ കടന്നുപോയത്? അതിനെ ഭയപ്പെടാത്തവൻ എന്ന പോലെ നീ അതിക്രമിച്ചു പോയത്? പ്രഹ്ലാദന് ഉത്തരം പറഞ്ഞു, ന കേവലം മേ ഭവതശ്ചരാജൻ സവൈബലം ബലിനാം ചാപരേഷാം പരേവരേമി സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീത സ ഈശ്വരകാല ഉരുക്രമോസൗ ഓജസ്സഹ സത്വബലേന്ദ്രിയാത്മാ സ ഏവ വിശ്വം പരമസ്വശക്തിഭിഃ സൃജത്യവതി അതി ഗുണത്രയേശഃ. അല്ലയോ രാജാവേ, അങ്ങേക്ക് എനിക്കല്ല ബലമായിരിക്കുന്നത്, എനിക്ക് മാത്രമല്ല അങ്ങേക്കും ബലം അവൻ തന്നെയാണ്. ഇനിയോ അപരഹ, നമ്മിൽ നിന്നും അന്യമായിരിക്കുന്ന ബലവാന്മാരായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം തന്നെ ബലത്തിന് ആധാരമായിരിക്കുന്ന ആ ബലം അത് ഭഗവാൻ തന്നെയാണ്. അത് ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളുമായിരിക്കുന്ന ചരങ്ങളും അചരങ്ങളുമായിരിക്കുന്ന ബ്രഹ്മാദി ദേവന്മാര് തൊട്ടിട്ട് ഏറ്റവും താഴെയുള്ളതായിട്ടുള്ള ആ പശു പക്ഷി പുല്ല് തുടങ്ങിയവയ്ക്ക് പോലും
ബലമായിരിക്കുന്നത് അവനാണ്. ഇവരൊക്കെ തന്നെ ആ ഭഗവാന്റേതായിട്ടുള്ള വശത്തായിരിക്കുന്നവരാണ്. സവൈരാജൻ കണ്ടോ, അദ്ദേഹം തന്നെയാണ് നമുക്കെല്ലാവർക്കും തന്നെ ബലമായിരിക്കുന്നത്. അവനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, അവനെയാണ് കാലസ്വരൂപിയായിട്ട് പറയുന്നത്. അവൻ ഉരുക്രമനാണ്. മാത്രമല്ല അവനാണ് ഓജസ്, അവനാണ് ഈ മനഃശക്തി ആയിരിക്കുന്നത്, സത്വബലമായിരിക്കുന്നത് അവനാണ്. ഇന്ദ്രിയങ്ങളുടെ രൂപത്തിലിരിക്കുന്നതും അവൻ തന്നെയാണ്. അവൻ എന്ത് ചെയ്യുന്നു? തൻ്റെ സ്വന്തം ശക്തി കൊണ്ട്, ഗുണത്രയങ്ങളുടെ ഈശനായിരിക്കുന്ന അവൻ തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ സൃഷ്ടിക്കുന്നു, അതിനെ മുഴുവൻ തന്നെ പരിപാലിക്കുന്നു, അതിനെ മുഴുവൻ തന്നെ സംഹരിച്ചു കൊണ്ടിരിക്കുന്നു. അവനാണ് എനിക്ക് ബലം എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് ഹിരണ്യകശിപു അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ ഈ സ്തംഭത്തിൽ കാണുന്നില്ലല്ലോ എന്ന് നേരത്തെ ചോദ്യം നമ്മൾ കണ്ടു. കാണുന്നു എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് തൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ആ സ്തംഭത്തിലിടിച്ചു. ആ സമയത്ത് അതിൽ നിന്നും ഭഗവാൻ അവിടെ പുറത്തേക്ക് വന്നു എന്നാണ് ശരിക്ക്. ന മൃഗം ന മാനുഷം അത്യദ്ഭുത രൂപം ഉദ്വഹന്ന് സ്തംഭേ സഭായാം അദൃശ്യത. ഉണ്ടോ? ന മൃഗം ന മാനുഷം, മൃഗവുമല്ല മനുഷ്യനുമല്ല, പക്ഷെ എന്തുണ്ട്? അത്യദ്ഭുത രൂപം, അത്ഭുതകരമായിരിക്കുന്നതായിട്ട് രൂപം ഉദ്വഹന് വഹിക്കുന്നവനായിട്ട് സ്തംഭത്തിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് അങ്ങോട്ട് ചാടി. ആ ചാടിയതോട് കൂടിയിട്ട് എല്ലാവരും തന്നെ ഭയപ്പെട്ടു. ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് സമയത്ത് എന്ത് ചെയ്തു? അവൻ ആ ഹിരണ്യകശിപുവിനെ ആ ഭഗവാൻ തൻ്റെ മടിയിലിരുത്തിയിട്ട് നഖം കൊണ്ട് അവനെ കൊന്നു എന്നുള്ളതാണ്. അത് കൊന്നു എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് നേരത്തെ പറഞ്ഞു, അവൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആ ഭൗതിക ദൃഷ്ടിയെ നീക്കിയിട്ട് ആത്മദൃഷ്ടിയെ, ആ ആത്മജ്ഞാനത്തെ അവനായിക്കൊണ്ട് കൊടുത്തു എന്ന് പറയാണ്. അതായത് ഭക്തവാത്സല്യ രൂപിയായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ തൻ്റെ പ്രിയ ഭക്തനായിരിക്കുന്നതായിട്ടുള്ള ഹിരണ്യകശിപുവിന് അവൻ്റെ സങ്കല്പത്തിലുള്ള രൂപത്തിൽ തന്നെ ദർശനം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു. അപ്പം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ചെറിയൊരു മാറ്റത്തോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തവത്സലനായിരിക്കുന്ന പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വന്നു. തീർച്ചയായിട്ടും അത് മാത്രമല്ല, തൻ്റെ പരമഭക്തനായിരിക്കുന്ന, തൻ്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരനായിരിക്കുന്ന അതീവഭക്തനായിരിക്കുന്നതായിട്ടുള്ള ഹിരണ്യകശിപുവിനെയും അവൻ്റെ സങ്കല്പത്തിലുള്ളതായിട്ടുള്ള രൂപത്തിൽ വന്നിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. അവന് ആത്മാനുഭൂതി, ആ ആത്മസാക്ഷാത്കാരം വരുത്തിക്കൊടുത്തു. ആ ദർശനം കൊടുത്തിട്ട് അവനെ അനുഗ്രഹിച്ചു. ആ ഭീകര രൂപം കണ്ടിട്ട് എല്ലാവരും ഭയന്നുകൊണ്ടാണ്. പക്ഷെ പ്രഹ്ലാദന് യാതൊരു ഭയവുമില്ല, അഭഭയം, ഭയമേ ഇല്ല അവിടെ. കാരണം എന്താണ്? സർവാത്മത്വം. എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നതായിട്ട് സമയത്ത് പിന്നെ എന്ത് ഭയമാണ് ഉള്ളത് എന്ന് ചോദിക്കാം. ഒരിക്കലും തന്നെ ഭയമില്ല. ഇവിടെ നമ്മുടെ നാമരൂപങ്ങളെ കാണുന്നതായിട്ട് സമയത്ത് നാമരൂപങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരബ്രഹ്മ വസ്തുവിനെ കാണുന്നില്ല. എപ്പോഴാണോ നമ്മൾ ആ പരബ്രഹ്മ വസ്തുവിനെ കാണുന്നത്, അപ്പം എന്ത് ചെയ്യുന്നു? നാമരൂപങ്ങളെല്ലാം തന്നെ നമ്മുടെ ദർശനത്തിൽ നിന്നും മറഞ്ഞു പോകുന്നു. ഈ രണ്ട് കണ്ണുകളെ കൊണ്ട് നമ്മൾ കാണുന്നുണ്ടാവും, പക്ഷെ വാസ്തവത്തിൽ നമ്മൾ അതിനെ അനുഭവിക്കുന്നില്ല. അതിന് പകരം എപ്പോഴും എവിടെയും എങ്ങനെയും പരമാനന്ദം, അതല്ലാണ്ട് വേറെ ഒന്നും തന്നെയില്ല. ഇപ്രകാരം ആ ദർശനം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു പ്രഹ്ലാദനെയും അതേമാതിരി തന്നെ ഹിരണ്യകശിപുവിനെയും. നാമരൂപങ്ങളാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, അവയാണ് നമ്മളെ ദുഃഖം തരുന്നത്. നാമരൂപങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നതായിട്ട് തത്വം പരബ്രഹ്മം, ആ പരബ്രഹ്മമാണ് സത്വചിത്ത ആനന്ദരൂപം എന്ന് പറയുന്നത്. അതിൽ ഭയമില്ല, അതിൽ ആനന്ദം മാത്രമേ ഉള്ളൂ, പരമാനന്ദം മാത്രം. നാം എല്ലാവരും തന്നെ അത് നേടാൻ വേണ്ടിയിട്ടാണ് പ്രയത്നിക്കേണ്ടത്. മനുഷ്യ പ്രയത്നമുണ്ടെങ്കിൽ ഭഗവാന്റേതായിട്ടുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും, യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഇപ്രകാരം മനുഷ്യ പ്രയത്നത്തിലൂടെ ആ ഭഗവാന്റേതായിട്ടുള്ള അനുഗ്രഹം നേടി ജീവിത സാഫല്യമടയാൻ ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നരസിംഹം എന്നുള്ളത് ഒരിക്കലും തന്നെ ഭയപ്പെടാനുള്ളതല്ല, ഭയം നീക്കാനുള്ളതാണ്. അഭയപ്രദായിയായിരിക്കുന്ന സദ്ഗുരുവാണ് അദ്ദേഹം. നരശ്രേഷ്ഠൻ സദ്ഗുരുവാണ്. ആ ഗുരുവിൻ്റെതായിട്ടുള്ള അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാം. അതിനു വേണ്ടിയിട്ട് ആ ലക്ഷ്മി നൃസിംഹമൂർത്തിയെ ഒരിക്കൽ കൂടി ധ്യാനിക്കാം. സത്യജ്ഞാന സുഖസ്വരൂപമമലം ക്ഷീരാബ്ദിമധ്യസ്ഥിതം യോഗാരൂഢമതിപ്രസന്നവദനം ഭൂഷാസഹസ്രോജ്വലം ത്രക്ഷം ചക്രപിനാകസാഭയവരം ബിഭ്രാണമർക്കച്ഛവിം ഛത്രീഭൂതഫണീന്ദ്രമിന്ദ്രുതവളം ലക്ഷ്മീ നൃസിംഹം ഭജേ.